بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയിൽ ബഗിയ് എന്ന് പറയുന്ന പാപത്തെ സംബന്ധിച്ചാണ്. ബഗിയ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പദമാണ്. അക്രമം, അനീതി, കുറ്റം, വ്യഭിചാരം, കുഴപ്പം, അനുസരണക്കേട്, തമ്മാടിത്തരം, അതിക്രമം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിശാലമായ അർത്ഥമുള്ള ഒരു പാപമാണ് ബഗിയ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിരോധിച്ച ഒരു കുറ്റമാണ്, പാപമാണ്. അല്ലാഹു തആല പറയണത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് നീതി കാണിക്കാനാണ്, നന്മ ചെയ്യാനാണ്, പിന്നെ അടുത്ത ബന്ധുക്കൾക്ക് നൽകാനുമാണ്. വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. റബ്ബ് നിങ്ങളോട് നിരോധിക്കുന്നത് നീചവൃത്തിയാണ്, ദുരാചാരമാണ്, പിന്നെ ഈ പറഞ്ഞ ബഗിയാണ്. അക്രമം, അനീതി, കുറ്റം, വ്യഭിചാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ പദം. യഅ്ദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുകയാണ് എന്നാണ് റബ്ബ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ്. അവർ മാത്രമല്ല, അവരെ സഹായിക്കുന്ന ആളുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യപ്രകാരമാണ് അഹ്ലുൽ ജൗരി വഅവാനുഹും ഫിന്നാർ. അക്രമത്തിൻ്റെ ആളുകൾ അഥവാ അനീതിയുടെ ആളുകൾ, അവരും അവരെ സഹായിക്കുന്നവരും നരകത്തിലാണ്. ഒരു കുറ്റം ചെയ്യുമ്പോഴേ ആ കുറ്റത്തിൽ നമ്മൾ നേരിട്ട് ചിലപ്പോൾ പങ്കെടുത്തു കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ പറയാണ്, ഇപ്പോൾ ഒരു അടി ഉണ്ടാകുന്നിടത്ത് നമ്മൾ പറയാണ് അടിയടാ എന്ന് പറഞ്ഞാൽ അത് നമ്മളവരെ സഹായിക്കലാണ്. അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടി എടുത്ത് കൊടുക്കൽ, കുത്താൻ വേണ്ടിയിട്ട് കത്തി എടുത്ത് കൊടുക്കൽ, ഇതൊക്കെ എന്താണ്? അവരെ സഹായിക്കലാണ്. അപ്പോൾ ആ അക്രമത്തിൻ്റെ ആളുകളും അതേപോലെ അവരെ സഹായിക്കുന്നവരും ആരാണ്? നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു നാട്ടിനെടുത്ത് നോക്കുകയാണെങ്കിലും അക്രമം കാണിക്കാറുള്ള സാധാരണഗതിയിൽ ആരാണ്? കഴിവും പ്രാപ്തിയും ഉന്നത സ്ഥാനങ്ങളിലുള്ളവരും അതേപോലെ തന്നെ അധികാരമുള്ളവരും ഒക്കെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുദാത്തു സലസത്തുൻ. വിധിക്കുന്ന ആളുകൾ 3 വിഭാഗമാണ്, വിധികർത്താക്കൾ. അതിൽ ഖാദിയാനി ഫിന്നാരി വ ഖാദിൻ ഫിൽ ജന്ന. 2 വിഭാഗം ഖാദിമാർ നരകത്തിലാണ്, 1 വിഭാഗം ഖാദി സ്വർഗത്തിലാണ്. അങ്ങനെ 3 വിഭാഗമാണ് പിന്നെ ആകെയുള്ളത്. ആരാണ് സ്വർഗത്തിൽ, ആരാണ് നരകത്തിൽ? നബി വിശദീകരിക്കുന്നു. ഖാദിൻ അറഫൽ ഹഖ ഫഖദാ ബിഹി ഫഹുവ ഫിൽ ജന്ന. സത്യം മനസ്സിലാക്കുകയും അതറിയുകയും എന്നിട്ട് അത് പ്രകാരം വിധിക്കുകയും ചെയ്യുന്നയാളാരോ അവനാണ് എവിടെ? സ്വർഗത്തിൽ. അല്ല, ഒരു ജഡ്ജി അയാൾ സത്യമായിട്ട് അറിയാം, ആ സത്യം തന്നെയാണ് അയാൾ വിധിക്കുന്നതും, എന്നാൽ അയാൾ എവിടെയാണ്? സ്വർഗത്തിലാണ്. ഒരു ജഡ്ജി എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക, കോടതിയിലെ ജഡ്ജിയാകണമെന്നില്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിയാകണമെന്നില്ല,
നമ്മൾ ജഡ്ജിമാരാണ്. ഒരു മാതാപിതാക്കളായ നമ്മൾ ജഡ്ജിമാരാണ്. അതേപോലെ ഒരു മദ്രസയിലെ അധ്യാപകനാരാണ്? ജഡ്ജിയാണ്. ഒരു അധ്യാപകൻ, സ്കൂളിലെ അധ്യാപകനാരാണ്? ജഡ്ജിയാണ്. കാരണം എന്താണ്? വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ വിധിക്കുന്നവരാണ്. അതേപോലെ നാട്ടിലെ രണ്ടാളുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിധിക്കുന്ന ആളുകൾ, അവരൊക്കെ ഈ പറഞ്ഞ ജഡ്ജിയാണ്. അപ്പം തൻ്റെ ജഡ്ജ്മെന്റിൽ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. അതേപോലെ അതിനനുസരിച്ചുള്ള ദൈവം വിധിക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകൾ നരകത്തിലാണ്, അസ്വർഗത്തിലാണ്. എന്നാൽ നരകത്തിലുള്ള ആൾക്കാരാരാ? വഖാദിൻ അറഫൽ ഹഖ ഫജാറ മുതഅമ്മിദൻ. എന്നാൽ സത്യം ഒരാൾക്കറിയാം, പക്ഷേ ആ സത്യത്തിനനുസരിച്ച് ആൾ വിധിക്കുന്നില്ല. അതിൽ അനീതി കാണിക്കുകയാണ്, അക്രമം കാണിക്കുകയാണ്. അയാൾ എവിടെയാണ്? നരകത്തിലാണ്. എങ്ങനെ? മുതഅമ്മിദൻ, മനഃപൂർവ്വമാണെങ്കിൽ. വഖാദിൻ ഖളാ ബിഗൈരി ഇൽമിൻ. രണ്ടാമത് നരകത്തിലുള്ള ആളാരാണ്? ഇയാൾക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വിധിക്കുകയാണ്. കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, പഠിക്കണില്ല, മനസ്സിലാക്കണില്ല. അയാൾക്ക് ആ വിധിയെക്കുറിച്ച്, പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല. അയാളും ആരാണ്? ഫഹു ഫിന്നാർ, നരകത്തിലാണെന്നാണ്. അപ്പൊ ഈ സംഭവം നമ്മൾ പറഞ്ഞത്, അനീതി കാണിക്കുന്ന ആളുകൾ, വിധിയിൽ അനീതി കാണിക്കുന്ന ആളുകൾ, രണ്ട് കുട്ടികൾ തമ്മിൽ ഇപ്പോൾ ഇവിടെ തല്ലുണ്ടായിരിച്ചോളി, നമ്മളെ ഇടപെടുകയുണ്ടായി. അത് ഈ പറഞ്ഞ നമ്മൾക്കും ഇതെന്താണ്? ബാധകമാണ്. ഒന്നാരാണ്? മനസ്സിലാക്കിയവരാണ്. അതിനനുസരിച്ച് വിധിച്ചവരാണെങ്കിൽ, സത്യത്തിനനുസരിച്ച് വിധിച്ചവരാണെങ്കിലോ സ്വർഗത്തിലാണ്. അയാൾക്കതിനെ കുറിച്ച് അറിയില്ല, എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? വിധിക്കുകയാണ്, നരകത്തിലാണ്. അല്ലെങ്കിൽ അയാൾക്ക് സത്യം അറിയാം, പക്ഷേ ആ സത്യത്തിന് അനുകൂലമായിട്ടല്ല അയാൾ വിധിക്കുന്നത്. എന്നാൽ എന്താണ്? അയാളും നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഒരു ഹദീസിൽ കാണുന്നത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ മഅൽ ഖാദി മാ ലം യജുർ. ഒരു ഖാദി, ഭരണാധികാരി, അല്ലെങ്കിൽ വിധിക്കുന്നയാള്, അയാൾ അനീതി കാണിക്കാത്തിടത്തോളം കാലം അല്ലാഹു തആല അവന്റെ കൂടെ ഉണ്ടാകും. എന്നാലോചിക്കുക നിങ്ങൾ. കാരണം ഖാദിക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തരമാണ്. ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുന്നയാളെ അത് അയാളാണ്. ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്ന അയാളാണ്. ഒരു വിഷയത്തിന് നമ്മൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുന്നവരോടാണ്. അപ്പൊ അങ്ങനെ ഒരു വിധിക്കുന്ന ഒരു ഖാദി, അയാൾ അതിക്രമം കാണിക്കാത്തിടത്തോളം കാലം അയാൾ എവിടെയാണ്? മഅല്ലാഹ്, അള്ളാഹിന്റെ കൂടെയാണ്. എന്നാൽ ഫൈദാ ജാറ, അയാൾ അതിക്രമം കാണിച്ചാലോ? തന്റെ വിധിയിൽ അയാൾ അക്രമം കാണിക്കുകയാണ്, അനീതി കാണിക്കുകയാണ്. അറിവില്ലാതെ പെരുമാറുകയാണെങ്കിലോ തബറഅ അല്ലാഹു അസ്സ വജല്ല മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ബന്ധത്തിനെ വേർപ്പെടുത്തുന്നതാണ്. അവനുമായി അല്ലാഹു തആലയ്ക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ ഇവിടെ ബാധകമാണ്. മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇടപെടുന്നതെങ്കിൽ നരകത്തിലാണ്. മനസ്സിലായിട്ടും സത്യം മനസ്സിലായി എന്നിട്ടും വിധിക്കുന്നില്ലെങ്കിലോ അപ്പോൾ നരകത്തിലാണ്. പിന്നെ സ്വർഗത്തിലെവിടെയാണ്? മനസ്സിലാക്കി എന്നിട്ട് സത്യത്തിനനുസരിച്ച് വിധിക്കുകയാണെങ്കിലോ സ്വർഗത്തിലാണ് എന്നാണ് സല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു സൗമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തരം ഭരണാധികാരികളെ കുറിച്ച് നബി വിശദീകരിക്കുന്നുണ്ട്. നബി പറഞ്ഞ തരങ്ങൾ: ആദക്കല്ലാഹു മിൻ ഉമറായിൻ യകൂനൂന ബഅദി. അബ്ദുറഹ്മാൻ ഇബ്നു സൗമർ, എനിക്ക് ശേഷമുണ്ടാകുന്ന ചില ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികൾ നീ പെടുന്നതിനെ സംബന്ധിച്ച് ഞാൻ രക്ഷ തൊടുന്നു പടച്ച റബ്ബിനോട്. അതായത് ആ ഭരണാധികാരികളിൽ താങ്കൾ പെടരുത്. ഈ കാലത്തുള്ളതല്ല, ശേഷം വരുന്നവരാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു സൗമർ റളിയല്ലാഹു ചോദിച്ചു: വമാ ഹും യാ റസൂലല്ലാഹ്, അല്ല പ്രവാചകരെ, അവരാരാണ്? അതായത് ഈ അള്ളാഹുവിന്റെ റസൂല് ഈ രക്ഷ തേടിയ, അവരിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ ഭരണാധികാരികൾ ആരാണ്? അവൻ വസല്ലം പറഞ്ഞു: മൻ ദഖല അലൈഹിം ഫസദ്ദഖുഹും വഅനഹും അലാ ജൗരിഹിം. ഒരു ഭരണാധികാരിയുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളാണെങ്കിലും അയാൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും അതിനെ അംഗീകരിക്കുകയും അതേപോലെ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. വലൈതു അലൈഹിൽ ഹൗദ്, അയാൾ എൻ്റെ അടുക്കലേക്ക്, എൻ്റെ ഹൗദിൻ്റെ അടുക്കലേക്ക് വരികയുമില്ല. എന്താണ് ഈ ഹൗദ് പറഞ്ഞാൽ? എന്താണ്? അതായത് അതാണ് ഹൗദുൽ കൗസർ. ഇന്നായത്തൈനാക്കിൽ കൗസർ എന്ന് പറയുന്ന സാധനമാണ് ഈ ഹൗദ് പറഞ്ഞാൽ. അതിനെക്കുറിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, അന ഫറത്തുകും അൽ ഹൗദി, ഞാൻ ആ ഹൗദിന്റെ അടുക്കൽ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. അതായത് അല്ലാഹു റസൂൽ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തിന്? ആ മുത്ത് നബിന്റെ കൈകൾ കൊണ്ട് ആ വെള്ളം കോരിത്തരാൻ വേണ്ടിയിട്ട്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും പെടുത്തണേ റബ്ബേ. മൻവറദ ശരീബ, എൻ്റെ അടുക്കലേക്ക് ആരാണോ കുടിക്കാൻ വേണ്ടി വരുന്നത് അവൻ കുടിക്കും. വലം യളുമാബദ അവൻ ശരീബ, എന്നാൽ ആരെങ്കിലും കുടിച്ചാലോ ലം യളുമാബദ, അവന് പിന്നീട് ഒരു ദാഹവും ഉണ്ടായിരിക്കില്ല. ആ വെള്ളത്തിന്റെ പ്രത്യേകത അതാണ്. അതായത് മുത്തുനബിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആൾക്ക് അത് കൊടുക്കും. എന്നാൽ കുടിക്കുകയാണെങ്കിലോ പിന്നെ അയാൾക്ക് ഭൂമുഖത്ത് അല്ലെങ്കിൽ ആ കാലത്ത് പിന്നീട് അയാൾക്ക് യാതൊരു ദാഹവും ഉണ്ടാവുകയില്ല എന്ന് നബി പറഞ്ഞു. എന്നാൽ ആ സമയത്ത് എൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വരും. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. പക്ഷേ തുമൈഹാലുബൈനിയും പിന്നീട് അവർക്കും എനിക്കുമിടയിൽ മറയിടപ്പെടും. അത് കാണൂല ഞാൻ അവരെ. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു പറയും, ഇന്നഹും മിന്നി, അല്ലെങ്കിൽ അവർ എണ്ണപ്പെട്ടവരാണല്ലോ, എൻ്റെ ഉമ്മത്തികളായിരുന്നു അവര്, പക്ഷെ അവരെ കാണില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറയും. ആ സമയത്ത് എന്നോട് പടച്ചറമ്പ് പറയും, ഇന്നക്കലാ തെതിരിമാ ബദ്ദലു ബഅദക, അവരെ നിനക്കറിയൂല, നിന്റെ ഭരണശേഷം ഒരു മതപരമായ കാര്യങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയത് അഥവാ മാറ്റത്തിരുത്തൽ ഉണ്ടാക്കിയത് നിനക്കറിയില്ല എന്നാണ്. എന്നുവെച്ചാൽ ആരാണ് അവര്? ബിദ്അത്തിന്റെ ആളുകളാണ്. മതപരമായ കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ മുത്തിനെ പഠിപ്പിക്കാത്ത രൂപത്തിൽ, അള്ളാഹ് പറയാത്ത രൂപത്തിൽ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചവരും അത് പറയുന്നവരുമാണ് അവർ. ഫാഖൂൽ, അപ്പോൾ ഞാൻ പറയും, നബി പറയാം. കാരണം എന്താണ്? അവരുമായിട്ട് യാതൊരു ബന്ധമല്ല, അവരെന്റെ സമൂഹത്തിൽ പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. ഏത്? അവര് ഞാൻ അറിയുന്നവരാണ്, എന്നെ അറിയുന്നവരാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. പക്ഷേ ആ സമയത്ത് പറയും, ഏത്? നബിയെ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മരണശേഷം അവർ ദീനിലുണ്ടാക്കിയ പുത്തൻ ആചാരങ്ങളെ കുറിച്ച്. അപ്പോൾ ഞാൻ പറയും, സുഹൃക്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം മതപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ വിദൂരം പോകട്ടെ എന്ന് ഞാൻ പറയുമെന്നാണ്. അതാരാണ്? അതെ, അതാണ് ഈ ബിദ്അത്തിന്റെ ആളുകളാണ്, അവരാണ്. ഈ ബിദ്അത്തിന്റെ ആളുകൾക്ക് പ്രവാചകന്റെ ശഫാഅത്തും കിട്ടൂല, ശുപാർശയും കിട്ടൂല. നബി സല്ലല്ലാഹു പറഞ്ഞേ, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനകളുണ്ട്. ആ പ്രവാചകന്മാർ പ്രാർത്ഥന മുഴുവൻ ഉത്തരം ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കട്ടായമാണ്, അത് ഉറപ്പാണ് ഉത്തരം ലഭിക്കുന്ന കാര്യം. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോയി, അതൊക്കെ കഴിഞ്ഞുപോയി. ഞാനാണെങ്കിലോ എന്റെ പ്രാർത്ഥന ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്, പാത്തിച്ചിരിക്കുകയാണ്. അത് ആർക്കാന്ന് അറിയങ്ങള്? ആ പ്രാർത്ഥന ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് എന്റെ സമൂഹത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളാരോ അവർക്കാണെന്ന്. അല്ലാഹുവേ, ആ ശുപാർശ ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അത് ശിർക്ക് ചെയ്യാത്തവർക്കാണ്, അത് ബിദ്അത്ത് ഉണ്ടാക്കാത്തവർക്കാണ്, മുത്ത് നബിയുടെ മതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളാണ്. അതെ, അതുകൊണ്ട് അവർക്കിത് കിട്ടൂല. അപ്പൊ അവർക്ക് നബിന്റെ കൈകൾ കൊണ്ട് കൗസറും കിട്ടൂല. അതാണ് സല്ലം പറയുന്നത്. നബിയോടൊക്കെ ചോദിച്ചേ, മൽ കൗസറും, നബി എന്താണ് ഈ കൗസർ എന്ന് വെച്ചാൽ എന്താണ്? അവർ നബി പറഞ്ഞു, അത് ഒരു നദിയാണ്, അള്ളാഹു എനിക്ക് നൽകിയ നദിയാണ്. എവിടെ? സ്വർഗത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ പാലിനേക്കാളേറെ വെള്ളക്കളറാണ്, തേനിനേക്കാളേറെ മധുരമുള്ളതാണ്, അത് ഐസിനേക്കാളേറെ തണുപ്പുള്ളതാണ്, കസ്തൂരിയേക്കാളേറെ നല്ല വാസനയുള്ളതാണ്. അല്ലാഹുവേ, അത് നിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റബ്ബേ. അതാണ് ഈ ഹൗദ് പറഞ്ഞാൽ, അതാണ് ഈ കൗസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ലഭിക്കാത്ത ആളുകളാണ് ആര്? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തില് അനീതിയോടുകൂടി അക്രമത്തോടുകൂടി ഇടപെടുന്ന ആളുകൾ, അനീതിയോടുകൂടി ആ വിഷയത്തെ സമീപിക്കുന്ന ആളുകൾ, സത്യത്തോടുകൂടി ആ വിഷയത്തിനെ കാണാത്ത ആളുകൾ, അത് അവർക്കൊന്നുണ്ടാവില്ല. മുത്തുനബിന്റെ കൈകൊണ്ട് ഈ ഹൗദ് കുടിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ കൊടുക്കുന്ന പരലോകത്ത് മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? ദുനിയാവിൽ കൊടുക്കുന്ന. നബിയുടെ വാക്ക് നോക്ക് നിങ്ങൾ, മാമിൻ ദംബിൻ അജ്ദറ യുഅജിലു ലിസാഹിബി ലുഖബത ഫി ദുനിയ മാ യദ്ഖുലു ഫിൽ ആഖിറ.
അതായത് ഒരു മനുഷ്യന് പരലോകത്തും അള്ളാഹു ശിക്ഷ കൊടുക്കും, ദുനിയാവിലുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണഗതിയിലെ ഒരാൾ 2 വട്ടം ശിക്ഷിക്കപ്പെടാറുണ്ട്, അത് അനീതിയാണല്ലോ. പക്ഷേ പരലോകത്തുണ്ട്, ദുനിയാവിലുണ്ട്. അപ്പൊ എന്താ അർത്ഥം? ആ കുറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പാപമാണ്, വലിയ കുറ്റമായതുകൊണ്ടാണ് ദുനിയാവിന് ശിക്ഷയുള്ളത്, പരലോകത്തും ശിക്ഷയുള്ളത്. ഒന്നും കാര്യങ്ങള് കുടുംബബന്ധം മുറിക്കലാണ്, മറ്റൊന്ന് ഉമ്മയും ബാപ്പിനെ ഉപദ്രവിക്കലാണ്, മറ്റൊന്ന് ബഗിയ അക്രമം കാണിക്കലാണ്, അനീതി കാണിക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്, കുറ്റം ചെയ്യലാണ്, വ്യഭിചരിക്കലാണ്, കുഴപ്പമുണ്ടാക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്, തമ്മണിത്തരം കാണിക്കലാണ് എന്നാണ് മുത്തനബിന്റെ വാക്കത. അതിന് പരലോകത്ത് കുറ്റുണ്ട്, എന്നാലോ ദുനിയാവിലുണ്ട് എന്നാണ് നബി പഠിപ്പിച്ചത്. നബി പറഞ്ഞു, മൻആല ജാരിയത്തെ നിഹത്തുതിരിക്ക, 2 പെൺകുട്ടികൾ അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ അവരെ ആരെങ്കിലും പോറ്റി വളർത്തുകയാണെങ്കിൽ, ചിലർക്ക് ഉമ്മാക്ക് പിന്നെന്താ, ചില ഉമ്മാക്കും പാപ്പാക്കും വിഷമാണ്. അതായത് വെറും ആൺകുട്ടികൾ ഉണ്ടായില്ല, പെൺകുട്ടികൾ മാത്രം ഉണ്ടായതെന്നാണ്. ഒരു പെൺകുട്ടിയുള്ള ഉമ്മക്ക് അള്ളാഹുത്തല കൊടുക്കണ ഭാഗ്യം അതാണ്. നുസലൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരാൾക്ക് 3 പെൺകുട്ടികളെ കൊടുത്തുകൊണ്ട് അള്ളാഹുത്താല അവരെ പരീക്ഷിക്കുകയാണെങ്കിൽ സ്വർഗമാണെന്നാണ്. അപ്പോ നബിയോട് സ്ത്രീ ചോദിച്ചു, നബി 2 ആൾക്കാരാണെങ്കിലോ? ആ സ്ത്രീകൾ 2 പെൺകുട്ടികളാണ്. അവർ പറഞ്ഞു 2 ആൾക്കാരാണെങ്കിലും. നിങ്ങളാരും അറിയാം, 1 ഞാൻ ചോദിച്ചില്ല, 1 ചോദിച്ചിട്ടുണ്ടെങ്കിലോ 1 ആണെങ്കിലും എന്ന് നബി പറഞ്ഞിരുന്നു. കാരണം തരങ്ങള് ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി, അല്ലേ, അതിനെ പ്രായപൂർത്തി എത്തുവോളം വളർത്തി, പ്രായപൂർത്തിയത്തിന് ശേഷം ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്, നല്ല പണിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ടാവുക, അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ 2 പെൺകുട്ടികളെ ആരെങ്കിലും നോക്കി വളർത്തിയാൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗമാണെന്ന് റസൂൽ പറഞ്ഞത്. അത്രമാത്രം ഭാഗ്യമാണ് അത്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കറിയങ്ങൾ അനഹുവക്കഹത്തൈനി, ഞാനും ആ സ്ത്രീയും ഇപ്രകാരമായി സ്വർഗത്തിലെന്നാണ്. ഞാൻ പ്രവാചകനാണ്, നബി പറയാണ്. എന്നാൽ ഈ സ്ത്രീക്ക് ലഭിക്കാനിരിക്കുന്നത് പോലെ ലഭിച്ചതുകൊണ്ടാണ്, അഥവാ പ്രവാചകനായ എന്റെ പക്കൽ ആ സ്ത്രീ വരാനുള്ള കാരണം 2 പെൺകുട്ടികളെ അവര് വളർത്തിയതാണ്, അതാണ്. പിന്നെ മുസ്ലിം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പാപങ്ങൾക്ക് ദുനിയാവിലും അല്ലാഹുവിന്റെയും ധൃതിപ്പെട്ട് ശിക്ഷ നൽകും. ഒന്ന് ഈ പറഞ്ഞ ബഗിയാണ്, അഥവാ അക്രമമാണ്, അനീതിയാണ്, കുറ്റമാണ്, വ്യഭിചാരമാണ്, കുഴപ്പമാണ്, അനുസരണക്കേടാണ്, തമ്മാടിത്തരമാണ്, അതിക്രമമാണ്. രണ്ടാമത്താണെങ്കിലോ വലുഖൂഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞു. അതിനാൽ നമ്മൾ ഈ അതിക്രമത്തിന്റെ ആളുകളാകരുത്, നമ്മൾ അക്രമം കാണിക്കുന്നവരാകരുത്, നമ്മൾ അനീതി കാണിക്കുന്നവരാകരുത്. യഥാർത്ഥത്തിൽ ഇത് രോഗമാണ്. ഇത് ഈ അക്രമം കാണിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അവരെ വിഷമിപ്പിക്കുക എന്നുള്ളത് ഒരു രോഗമായി കൊണ്ടാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചത്. നബി പറഞ്ഞേ, സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, എന്റെ സമൂഹത്തിന് ഈ സമൂഹ രോഗം പിടിപെടുമെന്നാണ്. ദാഉൽ ഉമം എന്ന് നബി പറഞ്ഞു, അതായത് സമൂഹ രോഗം. അപ്പൊ നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് വമാ ദാഉൽ ഉമമി, എന്താണ് ഈ സമൂഹ പിന്നെ രോഗം എന്താണ്? അവന് പറയാണ്, അൽ അശറു വൽ ബത്റു വത്തകാസുറു വത്തഫാഫുഷു ബിദ്ദുനിയ വത്തബാഉദു വത്തഹാസുദു ഹത്ത യകുൽ ബഗി. ഇതൊക്കെ നിങ്ങൾ ഒന്നൽ അശർ അഥവാ അഹങ്കാരമാണ്. ഈ അശർ എന്ന് പറഞ്ഞ അറബി പദത്തിന് നേരെ മലയാളം കാര്യങ്ങൾ കൂത്താട്ടമാണ്. ആകെ കൂത്താട്ടം അറിയാം അതിനാണ്. അവിടെ കല്യാണത്തിന് തലേന്ന് ഞാൻ പോയി നോക്കി, അവിടെ ആ കൂത്താട്ടമാണ്, അതിനാണ് അശർ എന്ന് പറയാൻ പേര്. ആ അശറാണ്. വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പേരിടാൻ നിൽക്കണ്ട. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൽബത്റു, അഹങ്കാരമാണ്. മൂന്നാമത്തതോ വത്തകാസുറു, പരസ്പരം പെരുമ നടിക്കലാണ്. നാലാമത്തത് വത്തഫാഹുഷു, തോന്നിവാസം പറയലാണ് ഫിദ്ദുനിയ, ദുനിയാവിൽ. വത്തനാജുഷു ഫിദ്ദുനിയ, ദുനിയാവിൽ വിലപേശലാണ്. തഫാഹുഷല്ല, അതായത് തനാജുഷ. വത്തബാഉദു വത്തഹാസുദു, മറ്റൊന്നെന്താണ്? പരസ്പരം കോപിക്കലാണ്. വത്തഹാസുദു, പരസ്പരം അസൂയ കാണിക്കലാണ്. കേട്ടോ, ബഗി ഉണ്ടാകുന്നത് വരെ എന്നാണ്. എന്നുവെച്ചാല് ഈ പറഞ്ഞ കുറ്റങ്ങളുടെയൊക്കെ പര്യവസാനം എന്താണ്? അക്രമമാണ്, അനീതിയാണ്, കുറ്റമാണ്, വ്യഭിചാരമാണ്, കുഴപ്പങ്ങളാണ്, അനുസരണക്കേടാണ്. നമ്മളാ പറഞ്ഞ എന്തൊക്കെ ഇത് പറയാൻ പറ്റുമോ അത് മുഴുവനും വരുന്നൊരു വാക്കാണ് ഈ ബഗി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടാകും പരലോകത്തിലെന്ന ഞാൻ നിങ്ങൾ ഒതുക്കൽപ്പിച്ചായത്തെ
സൂറത്ത് ശൂറയിലെ 42-ാമത്തെ ആയത്താണ്. ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ, ജനങ്ങളോട് അനീതി കാണിക്കുന്ന ആളുകളുടെ മേലിലാണ് കുറ്റം ചുമത്തപ്പെട്ടത്. റബ്ബിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആരുടെ മേലിലാണ്? ജനങ്ങൾ ആക്രമിക്കുന്ന ആളുകളുടെ മേലിലാണ്. വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവും ഇല്ലാതെ ഭൂമി ലോകത്ത് അതിക്രമം കാണിക്കുന്ന ആളുകളുടെ മേലിലാണ്. ചോക്കങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുക, അവരോട് അനീതിയായി പെരുമാറുക, അവരോട് മോശമായി പെരുമാറുക, കുറ്റം ചെയ്യുക, അവർക്കാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റം ചുമത്തിയിട്ടുള്ളത് അവരുടെ മേലിലാണ്. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടെന്നാണ്. അതിനാൽ നമ്മളാരെയും ഉപദ്രവിക്കരുത്, നമ്മൾ ആരെയും വിഷമിപ്പിക്കരുത്. വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ മറ്റു പെരുമാറ്റങ്ങൾ കൊണ്ട് ഒരാളെയും നമ്മൾ ഉപദ്രവിക്കരുത്. മാത്രമല്ല അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള ഖുർആൻ പറയുന്ന കാര്യമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞേ, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അഹങ്കാരം നടിച്ചുകൊണ്ട് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണ്? ഈ അഹങ്കാരം നടിച്ചുകൊണ്ട് സ്വീകരിക്കാതിരിക്കുന്ന അർത്ഥം, ചില ആളുകൾക്ക് ഇന്ന വിഷയത്തിലുള്ള സത്യം ഇന്നതെന്നവർക്ക് അറിയാം, പക്ഷെ സ്വീകരിക്കൂല. എന്ന കാരണം എന്താണ്? അഹങ്കാരം. അതിപ്പോ ഞാനെങ്ങനെ കൊണ്ടെടുക്കുക, അതിപ്പോ ഞാൻ ഇതുവരെ എതിർത്തിയ കാര്യമല്ലേ, ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ ചെയ്യുക? അതാണ് അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്മാറുക എന്ന് പറഞ്ഞാലുള്ള ഉദ്ദേശം അതാണ്. അപ്പോ അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുകയും അഹങ്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന ആളുകൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമായി, ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ ആരാധനക്രമങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ്. കേട്ടോ, വയദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ അവർ കടക്കൂല, പ്രവേശിക്കുകയില്ല. ഏതുവരെക്കും കാര്യങ്ങൾ അല്ലാഹു തആല ഇപ്രകാരം ഉദാഹരണം പറഞ്ഞ രണ്ടാമത്തെ സംഭവമല്ല. ഏതുവരെക്കും ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്തി, ഒരു സൂചിയുടെ ദൂരത്തിലൂടെ ഒരു ഒട്ടകം കടന്നു പോകുന്നത് പോലെ. ഒരു സൂചി, നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി, ആ സൂചിന്റെ ഉള്ളിൽ ഒരു ഒട്ടകം കടന്നു പോകുമോ? നൂലിനെ പോക്കാൻ നമ്മൾ അത്രയ്ക്ക് ജളിലാണ്. ആ സൂചിയുടെ ദൂരത്തിലൂടെ ഒരു ഒട്ടകം കടന്നു പോകുക എന്നുള്ളത് എപ്രകാരം അസംഭവ്യമാണോ അപ്രകാരം സംഭവിക്കാത്തതാണ് ഈ ആൾക്കാർ സുഹൃത്തു പോകുക എന്നുള്ളത്. കേട്ടോ, അപ്രകാരമാണ് നാം കുറ്റവാളികളായ ആളുകൾക്ക്, കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതെന്നാണ്. ചോദ്യങ്ങള് ബഹി കാണിക്കുന്ന ആളുകൾക്ക് നാം ശിക്ഷ കൊടുക്കുന്ന എങ്ങനെയാണ്? സൂചിയുടെ ദൂരത്തിലൂടെ ഒട്ടകം കിടക്കുന്നത് എപ്രകാരം സംഭവിക്കാത്തതാണോ, കഴിയാത്തതാണോ, അതേപോലെ കുറ്റവാളികളായവർ എന്ത് ചെയ്യൂല? സ്വർഗ്ഗത്ത് കിടക്കുകയില്ല. ആലോചിക്കുന്നത് എന്താ പറയാ? ലഹുമിൻ ജഹന്നം മിഹാദ്, അവർക്ക് നരകത്തിന്റെ വിരിപ്പുകാണുള്ളത്. അതേപോലെ തന്നെ നരകത്തിന്റെ പുതപ്പുകളുമാണ് അവർക്കുള്ളത്. ആലോചിക്കുന്നത് അല്ലേ തന്നെ നരകത്തിന് പുതപ്പും നരകമാണ്, വിരിപ്പ് നരകമാണ്. എന്താ പറയാ? അപ്രകാരമാണ് അക്രമികളെ ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുക എന്നാണ്. ആലോചിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആക്രമിക്കരുത്, നമ്മൾ കുറ്റങ്ങൾ ചെയ്യരുത്, മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, അവർക്ക് നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. മാത്രമല്ലേ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ മനുഷ്യർ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ പോലും അനീതി കാണിക്കാൻ പാടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഹദീസ് അല്ല കേട്ടോ, അബൂ ഹുറൈറയുടെ വാക്കാണ്. എന്താണ്? ലൗ ബഗാ ജബലുൻ അലാ ജബലിൻ, ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിനോട് അനീതി കാണിച്ചാൽ, ഒരു പർവ്വതം അചേതന വസ്തുവാണ്, ജീവനില്ലാത്തതാണ്, ബുദ്ധിയില്ലാത്തതാണ്, എന്നാൽ ഒരു പർവ്വതമാണ് മറ്റൊരു പർവ്വതത്തിനോട് അനീതി കാണിക്കുന്നെങ്കിലോ അക്രമം കാണിച്ച പർവ്വതത്തിന് അല്ലാഹു തആല പൊടിയാക്കി കളയുന്നതാണ്. ഇതിന്റെ കാരണം എന്താണ്? അനീതി കാണിക്കുക എന്നുള്ളതാണ്. അതെ, അചേതന വസ്തുക്കൾ പോലും അനീതി കാണിക്കാൻ പാടില്ല. മറ്റു ജീവജാലങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സൂറത്ത് നബയിന്റെ അവസാനത്തെ ആയത്തിന്റെ യഖൂലു യാ ലൈതനി കുന്തു തുറാബ എന്ന് പറയണേ. അതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തൊരു സംഘം ആളുകൾ വരികയാണ്, അവർക്ക് അല്ലാഹുവിനോട് ഒരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ കാര്യങ്ങൾ, അതായത് പടച്ചോനെ എന്നെയും നീ ഈ മണ്ണായി പോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതായത് മൃഗങ്ങളെ അല്ലാഹു തആല വിചാരണക്ക് കൊണ്ടുവരികയാണ്. ആ വിചാരണ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ കൊമ്പുള്ള മൃഗങ്ങൾ കൊമ്പില്ലാത്ത മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ആ കൊമ്പില്ലാത്ത മൃഗങ്ങൾക്ക് കൊമ്പ് കൊടുക്കുകയും എന്നിട്ട് കൊമ്പുള്ള മൃഗങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ ചേച്ചി അല്ലാഹു തആല പറയത്രേ, കൂനു തുറാബ, നമ്മളൊക്കെ മണ്ണായി പോയിക്കോന്ന് പറയത്രേ.
അപ്പൊ ഇത് കാണുമ്പോഴാണ് കുറ്റവാളികളെ ആളുകൾ പറയണത്, എന്ത് പടച്ചോനെ അതിന്റെ ആ വിഭാഗത്തിൽ നീ എന്നെയും പൊടുത്തണേ റബ്ബ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അത് കുറ്റം ചെയ്താൽ അത് ഇനി മൃഗങ്ങളാണെങ്കിലും മറ്റ് വസ്തുക്കളാണെങ്കിലും ശരി, അക്രമം കാണിച്ചവരാരാണോ, അനീതി കാണിച്ചവരാരാണോ, അവർക്കെതിരെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപാടെടുക്കുന്നുള്ളതാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരിക്കലേ മുഖത്ത് അടയാളം വെക്കപ്പെട്ട ഒരു കഴുതക്കരികിലൂടെ നബി നടന്നു പോവുകയാണ്. അതായത് ടാറ്റൂത്ത് അറിയില്ലേ, അതാണ് സംഭവം. ആ പച്ച കുത്തപ്പെട്ട ഒരു മൃഗത്തിന്റെ അരികിലൂടെ പോവാണ്. അതായത് അതിന്റെ ചട്ടകൊക്കെ ചൂടാക്കിയിട്ട്, ഇരുമ്പ് ചൂടാക്കിയിട്ട് അടയാളം വെക്കാൻ വേണ്ടി മൃഗത്തിന്റെ മേൽ വെക്കല. അപ്പൊ എന്തുണ്ടാകും? നല്ല വേദന ഉണ്ടാകുമല്ലോ, സംസാരിക്കാനാകില്ല. അപ്പോഴേ അത് കണ്ടപ്പോൾ റസൂൽ സഹിക്കാനാകില്ല. നീ പറഞ്ഞ തരങ്ങള് ലാനന്ദോമനവസമ, ഇതിനെ ഈ ചൂട് കുത്തിയാള് നശിച്ചു പോകട്ടെ എന്നാണ്. അവന്റെ മേൽ അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ്, അള്ളാഹെ ശപിക്കട്ടെ എന്നാണ്. നോക്ക് നിങ്ങൾ, മുത്തനബിയാളെ ശപിക്കണം എന്നുണ്ടെങ്കിൽ അതെത്ര വലിയ പാപമായിരിക്കും. കാരണം എന്താണ്? നാക്കാലി മൃഗമാണ്, സംസാരിക്കാൻ കഴിയാത്തതാണ്, ബുദ്ധിയില്ലാത്തതാണ്. ആ ബുദ്ധിയില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത ആ മൃഗത്തിന് ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂട് വെച്ച ആൾക്ക് എതിരെയാണ് മുത്തനബിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ പറഞ്ഞത് അക്രമം കാണിക്കാൻ പാടില്ല. അത് അചേതന വസ്തുക്കളാണെങ്കിൽ പോലും, ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ പോലും, ഈ മൃഗങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ എന്നുള്ളതിനാണ് നമ്മൾ ആ സംഭവം പറഞ്ഞത്. അപ്പോൾ ആരോടും ചെയ്യാൻ പാടില്ല, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ നമ്മൾ അവസാനമായി പറഞ്ഞത്, മുഖത്ത് അടയാളം വെക്കപ്പെട്ട ഒരു കഴുതക്കരികിലൂടെ നബി നടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു പറഞ്ഞു, ലഅനല്ലാഹു വസമ, ഈ കഴുതയുടെ മുഖത്ത് ഇപ്രകാരം ചൂടുകുത്തിയയാള് അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് അയാൾക്കെതിരെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പാപമായതുകൊണ്ടാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു പറഞ്ഞൊരു സംഭവം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ നരകത്ത് പോയി ഒരു പൂച്ച കാരണത്താൽ ഇങ്ങനെ നരകത്ത് പോയത് മുത്തനബിന്റെ വാക്കാണ്. അതായത് ആ സ്ത്രീ ആ പൂച്ചയെ കെട്ടിയിടുകയുണ്ടായി. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ഞാൻ അത് വേണ്ട, അതിനെ വിട്ടാൽ മാത്രം മതി, എന്നാ പുല്ല് തിന്നുകയോ മറ്റെന്തെങ്കിലും തിന്നുകയോ ചെയ്തോളും. പക്ഷെ അതും കൊടുത്തില്ല. ആ കാരണത്താലാണ് ആ സ്ത്രീ നരകത്ത് പോയതെന്ന് മുത്തനബി സ്വലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു നായയുടെ കാരണത്താലുള്ള സ്വർഗത്ത് പോയ സംഭവം നബി എന്നെ വിശദീകരിച്ചത് എന്താണത്? ഒരാള് ദീർഘമായ യാത്ര പോവുകയാണ്, ക്ഷീണിച്ച് അവശനായപ്പോഴേ നല്ല ദാഹമുണ്ട്. അപ്പൊ അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമില്ല കയ്യിന്. അദ്ദേഹം ഒരു കിണർ കണ്ടു, ആ കിണറ്റിലേക്ക് അയാൾ കയറുണ്ട്, പക്ഷെ ബക്കറ്റില്ല. അയാൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെള്ളം കുടിച്ച് കയറുന്ന സമയത്ത് ഒരു നായ അദ്ദേഹം കാണാനിടയായി. അത് ദാഹത്തിന്റെ കാഠിന്യം കാരണത്താൽ ആ നായ ഇങ്ങനെ നാവ് നീട്ടിയിട്ട് പൊടിമണ്ണ് തിന്നുന്നുണ്ട്. ഇദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇതിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം അനുഭവിച്ച ദാഹത്തിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. എനിക്ക് നല്ല ദാഹമായിരുന്നുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞു, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു, ഞാൻ വെള്ളം കുടിച്ച് കയറി. ഈ നായക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ, ഇറങ്ങാനും കഴിയൂല. അദ്ദേഹം പിന്നെ ആ കിണറ്റിലേക്ക് പറ്റിപ്പിടിച്ചിറങ്ങി. എന്നിട്ട് അദ്ദേഹം തൻ്റെ കാലുമ്മ ധരിച്ചിരുന്ന ഷൂ അതിലൽപ്പം വെള്ളമെടുത്തു. അത് കടിച്ചു പിടിച്ച് നേരെ മേലോട്ട് കയറിയിട്ട് ഈ നായ്ക്ക് അദ്ദേഹം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേ ആ കാരണത്തല്ല സ്വർഗത്തിലാണെന്നാണ്. മുത്തനബിയോട് ചോദിച്ചാൽ, നബി അങ്ങനെ മൃഗങ്ങൾക്കൊക്കെ നന്മ ചെയ്താൽ കൂലി ഉണ്ടാകുമോ? പച്ച കരളിലുള്ള ഏത് നന്മ ചെയ്താലും നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ വെറുതെ നശിപ്പിക്കാൻ പാടില്ല. അത് പച്ച കരളുള്ളതാണ്. അത് റബ്ബിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ ഭാഷയിൽ. അത് നമുക്കറിയില്ല. അതുകൊണ്ട് വെറുതെ നശിപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ എന്തായിരുന്നാലും ശരി, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ഇനി ആത്മാവുള്ള ഏത് വസ്തുവിനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അപ്രകാരം ശുഭിക്കാൻ പാടില്ല. മുസ്ലിം പറഞ്ഞേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു അർദൻ. പൗരാണിക കാലത്ത് ഒരു സ്വഭാവം ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോഴിയെ ജീവനുള്ള വസ്തുവിനെ നിർത്തുക, അവിടെ അതിലേക്ക് കമ്പ് ചെയ്യുക. അതായത് ഭാഗ്യം നോക്കാൻ വേണ്ടിക്കാണ്ട്, ഭാഗ്യവും നിർഭാഗ്യവും നോക്കാൻ വേണ്ടിക്കാണ്ട് അത് ലക്ഷ്യമാക്കുക. അത് തട്ടിനുണ്ടോ ഇല്ല നോക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു റസൂല് അത്തരം ആളുകളെ ശപിക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു കുട്ടിയെ ചാട്ടവാർ കൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. കുട്ടി പറഞ്ഞാൽ അടിമയാണ്. ഞാൻ അവനെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന്റെ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കിട്ടി. ഞാൻ എന്താണ് അബൂ മസ്ഊദ് എന്ന് തന്നെ ഒരാൾ വിളിക്കുകയുണ്ടായി. ഇത് മനസ്സിലാക്കിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദേഷ്യം കാരണത്താല് ആരാണതെന്ന് എനിക്ക് മനസ്സിലായില്ല.
അങ്ങനെ ആ ശബ്ദം എൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ വന്നു. ഫൈദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നോക്കുമ്പോൾ ഒരു മുത്തുനബിയാണ്. അവർ നബിയോട് പറയാണ്, ഇന്നല്ലാഹ ഖദറു അലൈക മിൻക അലൈ. അബൂ മസ്ഊദ്, നീ മനസ്സിലാക്കണം, ഇത് ഇയാളെന്നെ ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണല്ലോ ആ അടിമ. നീ എന്ത് ചെയ്താലും അവർ കൊള്ളും, അല്ലേ? ചോദ്യം ചെയ്യൂല. എന്നാൽ അതേപോലെയാണ് പടച്ചറബ് നിന്റെ മേലിനും. പടച്ചറബ് ഇതിനേക്കാളേറെ നീയുമായിട്ട് ഏറ്റവും അടുത്തവനാണ്. നിന്നെ കുറിച്ച് അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ് റബ്ബി എന്നുള്ളത് നീ ഓർത്തോ. അദ്ദേഹം പറയാണ്, അതിനുശേഷം ഞാൻ പിന്നീട് എനിക്കുള്ള ഒരൊറ്റ അടിമയെയും ഞാൻ അടിച്ചിട്ടില്ല. മുത്തനബിന്റെ ആ വാക്ക് കേട്ടുകൊണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി, ആ ചാട്ടവാറ്, അത് നേരത്തേക്ക് അങ്ങോട്ട് വീണു. അത് ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി, ഞാൻ ആ അടിമയെ അടിച്ചല്ലോ, അത് കാരണത്താൽ അടിമയെ ഞാൻ മോചിപ്പിക്കുകയാണ്. അതെന്ന് വെച്ചാല് ആരെങ്കിലും ഒരാള് ഒരടിമയെ അടിച്ചാൽ ആരെങ്കിലും ഒരാളെ ഒരടിമയെ അടിക്കുകയോ അവനെ മൂത്തടിക്കുകയോ ചെയ്താൽ ആ അടിമനെ പിന്നെ മോചിപ്പിക്കണം എന്നാണ് ഇസ്ലാമിക വിധി. അതാണ് അർത്ഥം. എന്താണ്? അതായത് അടിമയാണ്, നമ്മുടെ ഉടമയല്ല. എന്നിരുന്നാൽ പോലും അയാളോട് അനീതിയോട് കൂടി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ്. നോക്കുങ്ങൾ അങ്ങനെ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിലോ, കാരണം ഇസ്ലാം പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അവയവം ഏതാണ്? അത് മുഖമാണ്. അവിടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? മുഖത്തടിക്കരുതെന്ന് പ്രവാചകൻ പ്രത്യേകമായി പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. നമ്മളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നമ്മുടെ ഒരു അവയവം. നമ്മളൊരാള് നല്ലവനാണോ ചിത്തയാണോ ഭംഗിയുള്ളവനാണോ അല്ലേ എന്നൊക്കെ നോക്കുന്നത് എവിടെയാണ്? തിരിച്ചറിയാനൊക്കെ നോക്കുന്നത് ആ മുഖത്ത. അതുകൊണ്ടാണ് അവിടെ അടിക്കുന്ന പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അങ്ങനെ അടിച്ചാലോ അവനെ മോചിപ്പിക്കണം എന്നാണ് അല്ലാഹു റസൂൽ പറയാണ്. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞു, നീയേ ആ അടിമയെ അടിച്ചത് കാരണത്താൽ നീ അവനെ മോചിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നരകം നിന്നെ വിഴുങ്ങുമായിരുന്നു. നരകം നിന്നെ വിഴുങ്ങുമായിരുന്നു. അപ്പൊ ആലോചിക്കുക നിങ്ങൾ, ഒരു തന്റെ കീഴിലുള്ള അടിമയാണെങ്കിൽ പോലും അനീതി കാണിക്കരുത് എന്നാണ് ആര് പഠിപ്പിച്ചത്? ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും ഒരു ജീവിയെയും ഒരു വസ്തുവിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. മാത്രമല്ല പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ശിക്ഷിക്കുക എങ്ങനെയാണെന്ന് അറിയാം. പരലോകത്ത് നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് അതേ രൂപത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ശിക്ഷിക്കുക എന്നാണ്. ചട്ടവാറ് കൊണ്ടടിച്ചാൽ അവൻ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? ഒരാളെ നമ്മൾ കത്തിയെടുത്ത് വെട്ടിയാൽ അവൻ നമ്മളെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുത്തിയാൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഹദീസൊക്കെ പിടിച്ചുകൊണ്ട് അധ്യാപകൻ പറയാറുള്ളത് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. നമുക്ക് അല്ലാഹു റസൂല് അടിക്കണം പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഒറ്റ സന്ദർഭങ്ങൾ ഒഴികെ, അല്ലേ? ഇതെവിടെയാണ്? നമസ്കാരം ഉപേക്ഷിച്ചാൽ 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? അടിക്കാന്നാണ്. മറ്റൊരടി നബി അടിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ശരീഅത്ത് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. പിന്നെന്താ ചെപ്പത്തെ കാലത്ത് അടിക്കുകയെ? നബിന്റെ സഹാബാക്കളെ പോലുള്ള വിദ്യാർത്ഥികളല്ല ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ വടിയെ കിട്ടുന്നത്. ഏതായിരുന്നാലും എങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ശിക്ഷിക്കുന്നത് എങ്ങനെയാണോ അതേ കോലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ശിക്ഷിക്കുക എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ ഇനി മാത്രവുമല്ല, അങ്ങനെ നമ്മളൊരാളെ ഉപദ്രവിച്ചുട്ടിക്കോളി, എന്നിട്ടോ ആ ഉപദ്രവിക്കപ്പെട്ടയാൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കും റബ്ബിനും ഇടയിൽ യാതൊരു മറയും ഉണ്ടായിരിക്കില്ല. എന്നുവെച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് സ്വീകരിക്കും. പ്രവാചകൻ പറഞ്ഞില്ലേ, 3 പ്രാർത്ഥനകളിൽ ഫലിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്, ഒരു സംശയവുമില്ല. ഒരു സംശയം വേണ്ട എന്നുള്ളതാണ്. ഒന്നേതാണ്? പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്, ഉപദ്രവിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അതായത് നമ്മളൊരാളെ ഉപദ്രവിച്ചു, എന്റെ വാക്ക് അയാൾക്ക് വിഷമമുണ്ടാക്കി, അല്ലെങ്കിൽ എന്റെ ഉപദ്രവം ഞാൻ അടിച്ച് അതവന് വിഷമമുണ്ടാക്കി, മനസ്സിലായല്ലോ? അങ്ങനെ നമ്മളൊരു ഉപദ്രവിച്ചാൽ അവൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചു വിചാരിക്കും. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ ഒരു മറയും ഉണ്ടായിരിക്കില്ല. അതിന് ഇസ്ലാം പറഞ്ഞത്, ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, ഉപദ്രവിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. കാരണം എന്താണ്? ആ പ്രാർത്ഥനയ്ക്കും പടച്ചറബിനും ഇടയിൽ യാതൊരു മറയും ഉണ്ടായിരിക്കില്ല എന്നാണ്. ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളോട് പറയാം. മഹാനായ സഅദ് റബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആരാ സഅദ്? നിങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അദ്ദേഹം അമ്പ് ചെയ്താൽ അമ്പ് യഥാസ്ഥാനത്ത് കൊള്ളും. കാരണം എന്താണ്? നബി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലെ ഗവർണറാക്കുകയുണ്ടായി. അദ്ദേഹത്തെ കുറിച്ച് ചില പരാതി വന്നു. മറ്റൊന്നുമല്ല, അറിയാത്ത ആളുകളാണ്. അപ്പോ
ആ പരാതി ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനെ വിളിച്ചു. സഅദിന് ഓർമ്മയില്ല നിങ്ങൾക്ക് ആരാ സഅദ്? ഇനി പള്ളിയിലേക്ക് കയറി വരുന്നയാള് സ്വർഗത്തിലാണ്. അന്ന് വന്നതാരാണ്? സഅദ് ഇബ്നു അബീ വഖാസാണ്. പിന്നെ നബിയൊക്കെ പറഞ്ഞു യത്തലി അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇന്ന് ഈ പള്ളിയിലേക്ക് ഇനി കയറി വരുന്ന സ്വർഗത്തിലാണ്. അന്നും വന്ന് സഅദ് ഇബ്നു അബീ വഖാസാണ്. 3 പ്രാവശ്യം പറഞ്ഞു. ആ 3 പ്രാവശ്യം വന്ന സ്വർഗത്തിലാണെന്ന് മുദ്ര പറഞ്ഞ ആ സഅദ് ഇബ്നു അബീ വഖാസ് ഉമർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഉമർ താങ്കളെ കുറിച്ച് പരാതി പറയുന്നുണ്ടല്ലോ ഇവര്. അപ്പോഴേ അദ്ദേഹം പറയാം, അതായത് എന്താണ് അവരുടെ പരാതി, എന്താണ്? ഉമർ പറഞ്ഞു, സഹദ്, അവർ താങ്കളെ കുറിച്ച് പറയണത് അവര് നിങ്ങൾ നിസ്കരിക്കാൻ പോലും അറിയില്ല എന്നാണല്ലോ പറയണത്. നമസ്കരിക്കാൻ പോലും അറിയില്ല. ചില ആൾക്കാരുണ്ട് അങ്ങനെ, ശരി, ഓർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഓരോ വിചാരം എന്താ വെച്ചാൽ വലിയ അരിമികളാണെന്നാണ്. എന്നിട്ട് മൂക്ക് കീപ്പെട്ട ആൾക്കാരെ മുഴുവനോട് കുറ്റം പറയും. ആ നാട്ടിൽ ഏറ്റവും നല്ലൊരു പിന്നാരക്കാരൻ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ നാട്ടിലുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും. അങ്ങനെ നോക്കണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും. ഒരു മാത്രം നല്ലവര്, ബാക്കിയുള്ളവരൊക്കെ മോശം. എല്ലാവരും മോശം, ഇവര് മാത്രം. എല്ലാ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എന്നിട്ടോ എന്താ നിസ്കരിക്കാൻ അറിയാത്ത എന്താണ്? ഇവര് മനസ്സിലാക്കിയ എന്താ? അവർക്ക് മതപരമായ കാര്യം അറിയുമായിരുന്നില്ല. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ടേ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, ഇവര് മതപരമായി അത്ര അറിവില്ലാത്ത ആൾക്കാരായിരുന്നു എന്നാണ്. എന്തോ പറയാനുള്ള കാരണം എന്താണ്? 4 റക്അത്ത് നമസ്കാരം സഅദ് ഇബ്നു അബീ വഖാസ് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്തെ അല്പം ദീർഘിപ്പിച്ച് നമസ്കരിക്കും. അവസാനത്തെ 2 റക്അത്താണെങ്കിലോ കുറച്ച് കുറക്കും. കാരണം എന്താ? ഒരു ഫാത്തിഹ മാത്രമേ ഉള്ളൂ. ഇനി 3ാമത്തെ റക്അത്തിൽ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സൂറത്തൊക്കെ ഓതട്ടോ, കുഴപ്പമില്ല. അത് ഹദീസിൽ വന്നതാ. അപ്പൊ അതങ്ങനെ നിസ്കരിക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇവര് മനസ്സിലാക്കിയത് എന്താ വെച്ചാല് ഈ 4 റക്അത്തും ഒരേ രൂപത്തിലാവണം എന്നാണ്. അതുകൊണ്ടാണ് അവർ ആക്ഷേപിക്കുന്നത്, സഹദ് നിസ്കരിച്ചാൽ പോലും അറിയില്ല. ആ നിസ്കരിക്കാൻ അറിയാത്ത ഇയാളെയാണ് ഞങ്ങൾക്ക് ഇമാമായി നിശ്ചയിച്ചത്, അയാളെ ഞങ്ങളെ ഭരിക്കാൻ വന്നത് എന്നാണ് അവർ പറയണത്. ശരി, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആൾക്കാരെ വിട്ടു കൂഫയിലേക്ക്. അങ്ങനെ കൂഫയിൽ കുറിച്ച് ചെന്ന് അന്വേഷിച്ചപ്പോൾ ആൾക്കാർ ഏത് പള്ളിയിൽ ചെന്നാലും, പള്ളിയിലാണ് അന്വേഷിക്കാൻ ചെല്ലുന്നത്, പക്ഷെ എല്ലാവരും പള്ളിക്കലാണ് ഒരുമിച്ച് കൊള്ളുന്നത്. ആ സമയത്ത് എവിടെ ചെന്ന് ചോദിച്ചാലും ആൾക്കാർ പറയും സഅദിനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയാനില്ല, നല്ലവനാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലാണെന്ന് പറയോ, ആ സഅദാണ്. പക്ഷേ ബനു അബ്ബാസ് എന്ന പള്ളിയിൽ വെച്ചിട്ട് ഉസാമത്ത് ബിൻ ഖത്താദ എന്ന പേരുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് 3 പരാതികളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു സൈന്യത്തിന്റെ കൂടെ പോകില്ല, യുദ്ധം ചെയ്യാൻ വരില്ല, കൽപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. രണ്ടാമത്തത്, അദ്ദേഹം ഇനി ആ യുദ്ധത്തിൽ ഒരു യുദ്ധാർജിത മുതൽ കിട്ടിയാൽ അത് എന്ത് ചെയ്യൂല, ഒരേപോലെ വിധിക്കുകയില്ല, അനീതി കാണിക്കും. മൂന്നാമത്തത്, അദ്ദേഹം നീതിപൂർവകമായി വിധിക്കുകയില്ല ഒരു വിഷയത്തിൽ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സൊന്ന് പടഞ്ഞു. കാരണം ഇത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. യുദ്ധക്കളത്തിലേക്ക് അദ്ദേഹം പോകാറുണ്ട്, അവിടെ കിട്ടിയ സമ്പത്ത് അദ്ദേഹം നീതിപൂർവകമായി വിധിക്കാറുണ്ട്. ഒരു വിഷയം അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നാലോ നീതിയോട് കൂടിയാണ് അദ്ദേഹം വിധിക്കാറുള്ളത്. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബൻ ഖാമ റിയാൻ വസുമ ഫതിൽ ഉംറ വതിൽ ഫഖറ വഅദിലു ബിൽ ഫിതൻ. പ്രാർത്ഥന ഇങ്ങനെയാണ്, അല്ലാഹുവേ, നിന്റെ ഈ അടിമ എന്നെ കുറിച്ച് പറഞ്ഞത് കളവാണെങ്കിൽ, അദ്ദേഹം ആളാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം പറഞ്ഞതെങ്കിൽ നീ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ, ഒരുപാട് കാലം അദ്ദേഹത്തെ ജീവിപ്പിക്കണേ, അതേപോലെ അദ്ദേഹത്തിന് ദാരിദ്ര്യം അധികരിപ്പിക്കുകയും ചെയ്യണേ, ഒരു കുഴപ്പത്തിൽ അദ്ദേഹത്തെ നീ പെടുത്തുകയും ചെയ്യണേ എന്നാണ്. നരച്ചുക്കങ്ങളും അദ്ദേഹം പിന്നീട് ഒരുപാട് കാലം ജീവിച്ചു. അദ്ദേഹത്തിന്റെ അതായത് വയസ്സിന്റെ ആധിക്യം കാരണത്താൽ ഈ പുരികം പോലും നിലത്ത് കെട്ടാറുണ്ടായിരുന്നു. അത്ര കാലം അദ്ദേഹം ജീവിച്ചു. എന്നിട്ടോ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എന്ന് വെച്ചാല് ആൾക്കാർക്ക് അദ്ദേഹത്തെ തട്ടിമാറ്റി പോകും. മനസ്സിന്റെ വേദന, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മധുരവും പീഡിപ്പിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമുക്കെതിരെ അങ്ങനെ പ്രാർത്ഥന ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ഷമിക്കേണ്ടത്. വേദനിച്ച മനസ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രാർത്ഥിച്ചു പോകും. ഞാൻ പറയേണ്ട ചില സംഭവങ്ങളും. അപ്പോ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അത്രമാത്രം അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയുണ്ടായി, വിഷമിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ശൈഖുൻ കബീറുൻ മഫ്തൂനുൻ അസാബത്തിനി ദഅവത്ത് സഅദ്, ഞാൻ പടച്ചറപ്പിന്റെ ഒരു പരീക്ഷണത്തിന് വിധേയനായ വ്യക്തിയാണ്, എനിക്ക് പറ്റിയത് സഅദിന്റെ പ്രാർത്ഥനയാണെന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 755 നമ്പർ ഹദീസ് സൂക്ഷിക്കണം നമ്മൾ.
നമ്മളെങ്ങാനും മറ്റൊരുത്തനെ വിഷമിപ്പിച്ചാൽ, ആ വിഷമിച്ച മനസ്സ് നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയ്ക്കും രക്ഷിതാവിനും ഇടയിൽ ഒരു മറയുണ്ടാവില്ല. എങ്ങനെ? ആ പ്രാർത്ഥന സത്യമായിരിക്കണം. നേരെ മറിച്ച് വെറുതെ നമുക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥന കിട്ടൂല, കൊള്ളൂല. എന്താ കാരണം? അങ്ങനെയാണ് ഈ ഭൂമി ലോകത്തെ എല്ലാവരും. ആർക്കപ്പോ എനിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇന്നോട് ഇഷ്ടമല്ല, ആർക്ക് ആരോട് ഇഷ്ടമുള്ളത് ആരോടാ? അപ്പൊ അതൊക്കെ ഭാര്യക്ക് ഭർത്താവിനോടില്ല, ഭർത്താവിന് ഭാര്യനോടില്ല, മക്കൾക്ക് മാതാപിതാക്കളോടില്ല, അങ്ങോട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ആരുണ്ടാകും ഇവിടെ? ഒരാൾ മാത്രമേ ഉള്ളൂ, ആരും ഉണ്ടാവില്ല. കാരണം ഇവനും മറ്റൊരു പ്രാർത്ഥനക്ക് കിട്ടുമല്ലോ. അങ്ങനെ ആവുമ്പോൾ അതുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതിനാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. ജുറൈജിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, അല്ലേ? എന്താ സംഭവം? അവര് പറയാറുണ്ടായിരുന്നല്ലോ, അസാബത്തിനി രാവത്തുമ്മി, എന്റെ അമ്മന്റെ പ്രാർത്ഥനയാണ് എനിക്ക് പറ്റിയതെന്ന്. എന്താ കാരണം? ആ വേദനിച്ച ഉമ്മന്റെ മനസ്സ് ആ സ്വന്തം മകനെതിരെ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉമ്മക്കെതിരെ നമ്മൾ പ്രവർത്തിക്കരുത്. കാരണം ആ ഉമ്മന്റെ മനസ്സുകളാണ്. പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ പ്രാർത്ഥിച്ചു പോകും ചില സന്ദർഭങ്ങളിൽ. മനസ്സിലായില്ലേ? അതായത് അനീതിയോട് കൂടി പ്രവർത്തിക്കുകയാണ്. മരുന്നിടാൻ ഒന്നുമില്ല, പ്രതിരോധിക്കാൻ ഇവന്റെ കയ്യിൽ ആയുധങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യാൻ ഇവന് സാധിക്കൂല, പച്ചപ്പാവമാണ്, പട്ടിണിപ്പാവമാണ്, കേസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിലോ അപ്പോൾ അവന്റെ കയ്യിലുള്ള ഒരു ആയുധം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമാണ്. അവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും രക്ഷിതാവിനും ഇടയിൽ ഒരു മറയുണ്ടാവില്ല. മൂന്നാമത്തെ സംഭവം, അല്ലാഹു റസൂൽ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ അയൽവാസി ഉണ്ടായിരുന്നു. അറുവ എന്നാണ് പേര്, ഒരു സ്ത്രീയാണ്. അവരൊക്കെ പറഞ്ഞേ, എന്റെ അതിര് ഈ സയ്യിദ് എന്ത് ചെയ്തിട്ടുണ്ട്? തിരക്കിയിട്ടുണ്ട്. അയാൾ എന്റെ സ്വത്ത് കുറെ, എന്റെ ഭൂമി കുറച്ചാൾ എടുത്തിട്ടുണ്ട്. ആരാണ് ഈ സയ്യിദ്? അദ്ദേഹം സ്വർഗത്തിലെ പറഞ്ഞത്. സ്വർഗത്തിലായ ഒരാൾ മറ്റൊരു അതിര് തിരക്കാൻ പോകും. പക്ഷേ ഈ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്ത്രീയുടെയും ജൽപ്പനം കേൾക്കുകയുണ്ടായി. ആ സമയത്ത് അവർ പറഞ്ഞു, അല്ലാഹുവേ, ഈ സ്ത്രീ പറയുന്നത് കള്ളമാണെങ്കിൽ ആ സ്ത്രീയുടെ കാഴ്ച നഷ്ടപ്പെടുത്തണേ. ആ സ്ത്രീയുടെ വീട് തന്നെ അവിടെ ഖബറാക്കുകയും ചെയ്യണേ. ആ പ്രാർത്ഥന നടക്കുകയാണ്. അതെ, ആ സ്ത്രീയും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ജീവിക്കുകയുണ്ടായി. അത് കാഴ്ചയുണ്ടായില്ല. ആ സ്ത്രീയുടെ വീടിന് മുമ്പിലുണ്ടായിരുന്ന ഒരു കിണറ്, ആഴമേറി കിണറിൽ ഈ സ്ത്രീ വീഴുകയുണ്ടായി. അവിടെ വെച്ച് അവർ മരണപ്പെട്ടു. അവരെ എടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് തന്നെ മറവ് ചെയ്യുകയുണ്ടായി. അതെ, ആ സ്ത്രീ പറയാറുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പേ, അസ്വാബത്തിനി ദഅവത്ത് സയ്യിദ് ഇബ്നു സയ്യിദിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് പറ്റിയതെന്ന്. അതിനാൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇബ്നു അബി ദുആബ് അദ്വാരി, അതായത് അദ്ദേഹം ഇമാം അഹമ്മദിനെ അധികം ഉപദ്രവിക്കുകയുണ്ടായി. നോക്ക് നിങ്ങൾ, അത് കാലം കുറെ കഴിഞ്ഞിട്ടാണ്. എന്നുവെച്ചാല് സഹാബാക്കൾ തന്നെ ആകണമെന്നില്ല, ആരാണെങ്കിലും. മാത്രമല്ല പറഞ്ഞത് എന്താണ്? ഇത്തക്ക് ദഅവത്തിൽ മദ്ലൂം, ആ പീഡിപ്പിക്കപ്പെട്ട പ്രാർത്ഥന. പീഡിപ്പിക്കപ്പെട്ടവർ ആരായിരിക്കാം? കാഫിറായിരിക്കാം, തമ്മാടിയായിരിക്കാം. നബി അപ്രകാരം തന്നെ പറഞ്ഞു, നീ ഉപദ്രവിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ പേടിക്കണം. അവൻ ഫാസിക്കാണെങ്കിലും തമ്മാടിയാണെങ്കിലും. കാരണം എന്താണ്? അവന്റെ തമ്മാടിത്തരം അത് അവനും പഠിച്ചു തമ്മിലുള്ള ബന്ധമാണ്. നേരെ മറിച്ച് നമ്മൾ അവനെ എതിരെ പ്രാർത്ഥിച്ചാലോ, എതിരെ ചെയ്താലോ, അവനെ ഉപദ്രവിച്ചാലോ അത് നമുക്കെതിരെ കിട്ടേണ്ടതാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് മനസ്സ് പറഞ്ഞത്, അവൻ തോന്നിവാസിയാണെങ്കിലും അവൻ തോന്നിവാസിയാണെങ്കിലും എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഇബ്നു അബി ദുആബ് അദ്ദേഹം ഇമാം അഹമ്മദിനെ അങ്ങനെ ഉപദ്രവിക്കുകയുണ്ടായി. ഇമാം അഹമ്മദിന് ഒന്നും കൂടെ ചെയ്യാൻ, ഇമാം അഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വലിയ ഫിത്നയായിരുന്നു ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ അതല്ല സൃഷ്ടിയാണോ എന്നുള്ളത്. കലാം പറഞ്ഞാല് സംസാരം, സൃഷ്ടി പറഞ്ഞാലോ നമ്മളെപ്പോലെ, മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പോലെ, മൃഗങ്ങളെ പോലെ. അതാണ് സൃഷ്ടി പറഞ്ഞെങ്കിൽ വലിയൊരു പ്രശ്നം. ഏറ്റവും ശരിയായത് എന്താണ്? കലാമാണെന്നുള്ളതാണ്, സൃഷ്ടിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കലാം എന്നാണ് സൃഷ്ടി പറഞ്ഞാല് അന്ന് ആ കാരണത്തെ ഒരുപാട് ആളുകൾ ഉപദ്രവിക്കുകയുണ്ടായി, ഒരുപാട് പേരെ. ഇമാം അഹമ്മദിനെ ജയിലിലിട്ടത് ആ കാരണത്താലാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചത് ആ ജയിലിൽ വെച്ചിട്ടാണ്. ശരി, ആ സമയത്ത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇയാൾ എന്നെ ഉപദ്രവിച്ചിരിക്കുകയാണ്, എനിക്കൊരു സഹായി ആയിക്കൊണ്ട് നീ അല്ലാതെ ആരും തന്നെ ഇല്ല. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ തൊലിക്കുള്ളിലുള്ള രോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരീക്ഷിക്കണേ റബ്ബേ. അദ്ദേഹത്തിന് ഈ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുകയുണ്ടായി. പരാലിസിസ് എന്ന് പറഞ്ഞ രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചത്. പരാലിസിസ് പറഞ്ഞാൽ ഒരു ഭാഗം പിന്നെ തളർന്നു പോകുന്ന രോഗത്തിനാണ് പരാലിസിസ് എന്ന് പറയാം. അദ്ദേഹം പറയാറുണ്ടായിരുന്നേ, വല്ലാഹി ലൗ വഖഅ ഉബാബുൻ അലാ നിസ്ഫി ജിസ്മി ലകാന ജിബാല ദുനിയ വഖഅത അലയ്യ.
എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഈച്ച ഇരുന്നാൽ ഒരു പർവ്വതം മുഴുവനും എന്റെ ശരീരത്തിലേക്ക് വീണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അമനിസ്ഫുല്ലാഫർ. എന്നാൽ രണ്ടാമത്തെ പകുതിയാണെങ്കിലോ ഒരു കത്രി കൊണ്ട് മുറിച്ചെടുത്താലും എനിക്ക് വേദന തോന്നണില്ല, ഞാൻ അറിയണില്ല എന്നാ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങള്. ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ്, എനിക്ക് പറ്റിയത് ഇമാം അഹമ്മദിന്റെ പ്രാർത്ഥനയാണ്. ഇമാം അഹമ്മദിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് കൊണ്ടത്. ഞാനും ഇമാം അഹമ്മദും എവിടെ കിടക്കണമെന്നാ. ചില നാട്ടിലെ ചില പട്ടിണി പാപങ്ങൾ ഉണ്ടാവും, കാണാൻ ചന്തമില്ലാത്ത, ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, അതെ ഒരു ഫാൻ ഇട്ടാലേ വീണു പോണ, കാറ്റടിച്ചാ വീണു പോണേ പട്ടിണി പാപങ്ങളെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരാരാ? നിങ്ങള് അള്ളാന്റെ ആൾക്കാരാണ്, അവർ ഖുർആന്റെ ആളുകളാണ്. അതെ, അവരെങ്ങാനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്കും രക്ഷിതാവിനും ഇടയിൽ യാതൊരു മറയും ഉണ്ടായിരിക്കില്ല. അതിൽ പെട്ടതായിരുന്നു ഇമാം അഹമ്മദ്. പണ്ഡിതനായിരുന്നു, അറിവുള്ളയാളായിരുന്നു, അയാളാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനും ഇമാം അഹമ്മദ് എവിടെ കിടക്കുന്നു, എനിക്ക് പറ്റിയത് ഇമാം അഹമ്മദിന്റെ പ്രാർത്ഥനയാണെന്ന. അതിനാൽ ചിലപ്പോൾ നമ്മളെന്താ കാര്യങ്ങള് നമുക്ക് ചിലപ്പോൾ ഒരു സത്യമൊന്നും അറിയില്ല, എന്നിട്ട് പറയല, വിമർശിക്കല, അല്ലേ? ചിലപ്പോൾ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം എന്താ, ആരന്വേഷിക്കൽ എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ അന്വേഷിക്കൽ പോലും ഇല്ല. അതിന് സത്യം എന്താ നമ്മൾ ചോദിക്കൂല, അറിയില്ല, ഒന്നുമില്ല. പിന്നെന്താണ്? അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്തു, അവ മറ്റൊരാൾക്കായി, അങ്ങനെ ആയിരങ്ങളിലേക്ക് ഇത് പോവുകയാണ്. ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എന്താണത്, അതില്ല ഇഞ്ഞോലോട്ടോ, അതൊരു കളവ് ഇഞ്ഞോലോട്ടോ എന്ന് പറയുന്നത്. ശരി, നമ്മൾ മുഖേന എത്ര ആളുകളിലേക്ക് എത്തി, നമ്മൾ മുഖേന അവൻ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാകും, എത്ര വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. ആരാ ആലോചിക്കാറുള്ളത്? അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിവരം കിട്ടിയാൽ അന്വേഷിക്കുന്ന നല്ലതാ. എന്താ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ ഫതബയ്യനു. ഒരു തോന്നിയവാസി നിങ്ങളുടെ പക്കലേക്ക് ഒരു വിവരവുമായി വന്നാൽ നിങ്ങൾ ആ വിവരത്തെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. ശരിയാണോ? എവിടുന്നാ കിട്ടിയത്? ആരാ പറഞ്ഞത്? എന്റെ പറയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളത് ഖുർആന്റെ നിലപാടാണ്, ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഒരിക്കലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു അമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹിംസിലെ ഗവർണറാക്കി. ഹിംസിനെ കുറിച്ച് പറയാനുള്ളത് ചെറിയ കൂഫാണ്. കൂഫക്കാർ മോശമാണ് അന്നും ഇന്നും എന്നും. അള്ളാഹു റസൂല് കൂഫാണ് ഇറാഖിന്റെ ഭാഗം. മദീനയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹു റസൂല് ഇറാഖിലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി പറഞ്ഞത് കുഴപ്പം മുഴുവൻ അവിടെ വെച്ചിട്ടാണ്. അവിടെയാണ് പിശാചിന്റെ കൊമ്പ് മുളക്കുന്നത്, അവിടെ നിന്നാണ് സകല കുഴപ്പങ്ങൾ ഉണ്ടാകുക. അന്ന് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്താണ് കാരണം? എന്താണ്? മുത്തനബിന്റെ പ്രഖ്യാപനമാണ്, ആ നാടിന്റെ കുഴപ്പമാണ്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് തൊട്ടടുത്ത രാജ്യത്തിന് ആൾക്കാരെ പേര് വിളിച്ചതെന്ന് കുവൈഫാണ്, ചെറിയ കൂഫാണ്. അതാണ് ഹിംസ്. അവിടേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ആമിറിനെ ഗവർണറായി നിശ്ചയിച്ചു. അവർക്ക് പരാതി, ഉമർ റളിയല്ലാഹു തആല ഒരാളെ കുറിച്ച് പരാതി കേട്ടാൽ കാര്യങ്ങള് പരാതി പറഞ്ഞോരും വിളിക്കും, പിന്നെ ഭരണാധികാരിയും വിളിക്കും, പരസ്യമായ വിചാരണയാണ്. അങ്ങനെ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? അവര് പറഞ്ഞു, നഷ്കു ഫീ അർബഅൻ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് 4 പരാതികളുണ്ട്. ശരി, എന്താണ്? ഒന്ന്, അയാളെ ഞങ്ങളിലേക്ക് അയാൾ വരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചുയരണം. നേരം വിളിക്കുമ്പോ വരൂല, സൂര്യൻ ഉദിച്ച് നല്ലോണം ഉയർന്നതിന് ശേഷം മാത്രമേ ഞങ്ങളിലേക്ക് വരികയുള്ളൂ. ശരി, പിന്നെന്താണ്? അദ്ദേഹം അങ്ങനെ തന്നെയാണെങ്കിലും രാത്രി സമയത്താണെങ്കിലോ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കിട്ടാറില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പരാതി പറയാൻ പറ്റൂല, അദ്ദേഹം ഞങ്ങളുടെ പക്കലേക്ക് വരാറുമില്ല. ശരി, പിന്നെ എന്താണ്? മൂന്നാമത്തത്, അദ്ദേഹത്തിന് മാസത്തിൽ 2 ദിവസം, ഒരു മാസത്തിൽ 2 ദിവസം അദ്ദേഹം പകലും വരാറില്ല, രാത്രിയും കാണാറില്ല. രാത്രി എന്തായാലും കാണൂല, പകലും വരാറില്ല. നാലാമത്തത് എന്താണ്? അവര് പറഞ്ഞു, അയാൾക്ക് ഇടയ്ക്കിടയ്ക്കൊരു ബോധക്ഷയം ഉണ്ടാകും. അത് കൽപ്പിച്ചു കൂട്ടിയല്ല, മനഃപൂർവ്വമല്ല, പക്ഷേ അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാകാറുണ്ട്. അത് ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ പ്രയാസമാണ്. അപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തല താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അരിഫു മിൻ ഖൈരി ഇബാദിക അല്ലാഹുമ്മ ലാ തുഖയ്യിം ഫിറാസ്തി. അല്ലാഹുവേ, ഇയാള് ഞാൻ അറിയുന്ന നിന്റെ നല്ലവനായ അടിമയാണ്. പഠിച്ചോനെ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നീ എന്നെ വിഷാക്കല്ലേ റബ്ബേ. അദ്ദേഹത്തെ ഞാൻ ഭരണാധികാരിയാക്കി നിശ്ചയിച്ചത് നീ എന്നെ വിഷാക്കല്ലേ റബ്ബേ. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ആമിറിനോട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഒന്നാമത്തെ എന്താണ്? അദ്ദേഹം സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം മാത്രമാണ്, വെയിൽ ചൂടായതിനു ശേഷമാണ് ഞങ്ങളിലേക്ക് വരാറുള്ളത് എന്നല്ലേ? ശരി, എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞേ,
4 ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ്. ഫവല്ലാഹി ഇന്നി കുൻതു അക്റഹു അൻ ഉലിന ഹാദാ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്, ഇതിന്റെ ഒക്കെ മറുപടികൾ ഞാൻ നിങ്ങളോട് പറയാൻ എനിക്കിഷ്ടല്ല, പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്നാമത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്ക് വീട്ടിൽ ജോലിക്കാരനില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ എണീക്കും, എന്നിട്ട് എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും റൊട്ടി ഉണ്ടാക്കാനുള്ള പൊടി ഞാൻ കുഴച്ചു വെക്കും. അത് കുഴച്ചു വെച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകാറുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നും കൊടുക്കും, എന്ത് ചെയ്യും, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെടും, ഞാൻ നമസ്കരിക്കാൻ പോകും, എന്നിട്ടാണ് ഞാൻ വരാറുള്ളത്. മനസ്സിലായില്ലേ? കാരണം എനിക്ക് വേറെ ജോലിക്കാരില്ല. ആരാണ്? ഗവർണറാണ് അല്ലെ? കേരളത്തിലെ ഗവർണറെ കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങൾ. ഓരോ രാജ്യത്തിന് ഗവർണർമാരെ കുറിച്ച്. എനിക്ക് രണ്ടാമത്തെ ജോലിക്കാരനില്ല. ഉമർ റളിയല്ലാഹു തആല താഴേക്ക് നോക്കി പറഞ്ഞത്ര, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബുനാ സർവസ്തുതിയും. രണ്ടാമത്തതാണെങ്കിലോ, രാത്രി സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടാറില്ല എന്നല്ലേ. എന്താണ് രാത്രി, എന്താ നിങ്ങൾ പോകാത്ത എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സമയത്തിൽ നിന്ന് പകൽ സമയം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്, രാത്രി സമയമാണെങ്കിലോ ലില്ലാഹി അസ്സ വജല്ല, അതിന്റെ റബ്ബിനുള്ളതാണ്, അഥവാ ഇബാദത്തിനുള്ളതാണ്, അതെനിക്ക് റബ്ബിനോടുള്ള അവകാശം വീട്ടാനുള്ളതാണ്. അപ്പോഴും ഉമർ റളിയല്ലാഹു താഴേക്ക് നോക്കി പറഞ്ഞത്രേ, അൽഹംദുലില്ലാ. മൂന്നാമത്തെ എന്താണ്? ഇതാണ്, അതായത് മാസത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം ഞങ്ങളിലേക്ക് വരാറില്ല പകൽ സമയത്ത്. എന്താ സൈദ് പ്രകാരം എന്താ ഒരു പറയണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, അതും ഞാൻ മറുപടി പറയാൻ വിചാരിച്ചതല്ല, എന്റെ വസ്ത്രം കഴുകാൻ എനിക്കൊരു ജോലിക്കാരനില്ല, എനിക്കാണെങ്കിലോ എന്റെ മേൽ നിങ്ങൾ കാണുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, ആ ഒരു കൂട്ടം വസ്ത്രമല്ലാതെ എനിക്ക് രണ്ടാമത്തെ കൂട്ടം വസ്ത്രമില്ല. ഞാനത് മാസത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ അലക്കാറുള്ളത്. ഉണങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, എന്നിട്ടോ ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ വസ്ത്രവുമായിട്ട് ആ പകൽ സമയത്തിന്റെ അവസാന സമയത്ത് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് ചെല്ലാറുണ്ട്. അൽഹംദുലില്ലാ. നാലാമത്തതോ അദ്ദേഹം പറഞ്ഞു, ഇടക്കിടക്ക് ഒരു ബോധക്ഷയം ഉണ്ടാകാറുള്ളത്. അദ്ദേഹം ഒരു കാരണമായി പറഞ്ഞത്, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ ഓരത്തേക്ക് ഞാൻ വരാറുണ്ടായിരുന്നു. അന്ന് മുസ്ലിമായ ഒരാളുണ്ട്, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു ആൾ ഖുറൈശികള്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല ഖുബൈബ്, ഈ സമയത്ത് നിന്റെ സ്ഥലത്ത് മുഹമ്മദ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥാനത്ത് എന്നല്ല, ഈ സ്ഥാനത്ത് എന്നല്ല, ഞാൻ ഇവിടെ സുഖമായിരിക്കുകയും ഞാൻ എന്റെ വീട്ടിലും എന്റെ മക്കളുടെ മക്കളൊക്കെ ഞാൻ സുഖമായിരിക്കുകയും മുഹമ്മദിനെ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല, ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. എന്നാൽ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ മുസ്ലിമായി പിന്നീട് എനിക്ക് വേണമെങ്കിൽ അപ്പോൾ അവര് ഹുബൈബിനെ ആക്രമിക്കാൻ വേണ്ടി ശരീരത്തിന് പച്ച മാംസം മുറിച്ചപ്പോഴേ എനിക്ക് വേണമെങ്കിൽ എന്റെ ആൾക്കാരോട് പറയാമായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാമായിരുന്നു. പറഞ്ഞാലോ അവർ ചെയ്യുമായിരുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല. അതിനാൽ മുസ്ലിം ആയതിനു ശേഷം എനിക്ക് ആ സംഭവം ഓർക്കുമ്പോഴൊക്കെ എനിക്കൊരു ബോധക്ഷയം വരും, പടച്ചോ എന്നോട് പൊറുക്കൂല റബ്ബേ, കാരണം ഞാനൊരു തെറ്റ് കണ്ടിട്ട് ഞാൻ തടുക്കാത്തവരല്ലേ, ഒരു പടച്ചോ എന്നോട് പൊറുക്കൂലേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണത്, വസാപത്തിരിക്കല വസിയ, അപ്പോഴാണ് എനിക്ക് ആ ബോധക്ഷയം സംഭവിക്കുന്നതെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് അറിയാതെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം എന്താണ്, നിങ്ങൾ ഇപ്പൊ ആക്ഷേപിച്ചതാണ്. 4 കാര്യങ്ങളുണ്ട്. അദ്ദേഹം ദുനിയാവിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ പ്രസന്നതയിൽ അദ്ദേഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദുനിയാവ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ചാണ് എന്ത് പറയുന്നത്, അറിയാതെ ആൾക്കാർ പറഞ്ഞു പോണത് കൊണ്ടാണ്. അതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നാം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വല്ലദീന യൂദൂനൽ മുഅ്മിനീന, വിശ്വാസികളെ ഉപദ്രവിക്കുന്ന ആളുകൾ, വൽ മുഅ്മിനാത്തി, വിശ്വാസിനികളെയും, ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞിട്ടുണ്ടാകില്ല, അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല, അങ്ങനത്തെ കുറ്റത്തിന് അവർ ഉപദ്രവിക്കുന്ന ആളുകൾ ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന, അവരാണ് അവരുടെ മേൽ കച്ചി കെട്ടി പറഞ്ഞവരാണ്, കൃത്യമായ കുറ്റങ്ങൾ ചെയ്തവരാണ്. അതെ, അതുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കരുത്, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ. അതാണ് സുബ്ഹാനല്ലാഹ്, കുല്ലുൽ മുസ്ലിമി അൽ മുസ്ലിമി ഹറാമുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള പവിത്രമായ കാര്യമാണ്. എന്തൊക്കെ? ഇർദുഹു, ഒന്നവന്റെ അഭിമാനം, വമാലുഹു, അവന്റെ സമ്പത്ത്, വദമുഹു, അവന്റെ രക്തം. രക്തം ചിന്താൻ പാടില്ല, അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളെ പാടില്ല, അവന്റെ സമ്പത്തിന് പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ
പാടില്ല. അല്ലാഹു പറഞ്ഞു തഖ്വ എവിടെയാ? അത് വേഷഭൂഷാദികളിലല്ല, താടിരോമങ്ങളിലല്ല, മഫ്തയിലല്ല, മുഖം മറക്കുന്നതിലല്ല, അത് നെരിയാണിക്ക് മീതെ വസ്ത്രം കയറ്റി കൊടുക്കുന്നതിലല്ല. പിന്നെ എവിടെയാണ്? അത് മനസ്സിലാണ്. അല്ലാഹു പറഞ്ഞു ഒരു മനുഷ്യന് കുറ്റമായിക്കൊണ്ട് ഇത് മാത്രം മതി, തന്റെ കൂട്ടുകാരനായ മുസ്ലിമിനെ നിന്ദിക്കുക എന്നുള്ളത്. അവന് വില കണക്കാക്കുക, അവന് വില കൊടുക്കാതിരിക്കുക, അവൻ നിന്ദിക്കുക, അത് മാത്രം മതി ഒരു പാപമായിക്കൊണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഉപദ്രവിക്കരുതേ, അവനെ നിന്ദിക്കരുതേ, അതേപോലെ തന്നെ അവനെ പിന്നെ ഉപദ്രവിക്കാനും പാടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞില്ലേ. ശിബാബുൽ മുസ്ലിം ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത പറയാന്നുള്ളത് തമ്മാടിത്തരമാണ്. വഖിതാലു കുഫ്റുൻ, അത് തോന്നി അവനെ കൊന്നാലോ അത് കുഫ്റാണെന്നാണ് അല്ലാഹു പറഞ്ഞേ. ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടത്. മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ, ഒരു മുനാഫിഖിൽ നിന്ന് ഒരു മുഅ്മിനാരെങ്കിലും സംരക്ഷിക്കുകയാണെങ്കിൽ, ഒരു മുനാഫിഖ് ആരാണ്? അവൻ മുഅ്മിനെ വിഷമിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനെ മുനാഫിഖിൽ നിന്ന് ആരെങ്കിലും സംരക്ഷിച്ചാൽ ബഅസല്ലാഹു മലക്കൻ, അല്ലാഹു തആല ഒരു മലക്കിനെ അയക്കും. എന്തിനാ നിങ്ങൾ? യഹ്മി ലഹ്മഹു യൗമൽ ഖിയാമ, ഇയാളുടെ മാംസത്തിനെ ഖിയാമത്ത് നാളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാഹു അക്ബർ. നമ്മൾ ഒരാളെ കുറിച്ച് വേണ്ടത്ര പറയാണ്, അവൻ മുനാഫിക്കാണ്. അങ്ങനെ നമ്മൾ അവനെ സംരക്ഷിക്കുകയാണ്, മുഅ്മിനെ നമ്മൾ സംരക്ഷിക്കുകയുണ്ടായി. എന്നാൽ പടച്ചറബ് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ ഖിയാമത്ത് നാളിൽ വെക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അയാൾ എന്തെയാണ്? ഈ മലക്ക് നരകത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കും. ഓമൻ റമാ മുസ്ലിമൻ ബിശൈഇൻ യുരീദു ഷൈഅൻ, എന്നാൽ ആരെങ്കിലും ഒരാൾ വശമാക്കാൻ വേണ്ടി മാത്രം, വശമാക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മുഅ്മിനായ മനുഷ്യനെ, ഒരു മുസ്ലിമായ മനുഷ്യനെ അവനെ വശമാക്കാൻ ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു ആരോപണം അവനെതിരെ ഉന്നയിച്ചാൽ ഹബസഹുല്ലാഹു, അല്ലാഹു തആല അവനെ പിടിച്ചു വെക്കും. എവിടെ? അലാ ജിസ്രി ജഹന്നമ, നരകത്തിന്റെ പാലത്തിന്മേൽ. ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവൻ പറഞ്ഞതിൽ നിന്ന് അവൻ മടങ്ങുന്നത് വരെ പറഞ്ഞാൽ മടങ്ങണം. എന്നാൽ അല്ലാഹു തആല ചെയ്യുള്ളൂ, ആ നരകത്തിന്റെ പാലത്തുമെന്ന് ഒരങ്ങോട്ട് വിടുള്ളൂ എന്നാണ്. അല്ലാഹു അക്ബർ. ഞമ്മക്കൊക്കെ അങ്ങനെ എത്ര പാലം കിടക്കാനുണ്ട് എനിക്കറിയില്ല, എത്ര എണ്ണം കിടക്കാനുണ്ടോ എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒരു പാല് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നീ പറയാം, ഏതെങ്കിലും ഒരാള് ഒരു മുസ്ലിമായ മനുഷ്യനെ നിന്ദിക്കുകയാണ്, അവന്റെ പച്ച ഇറച്ചി തിന്നുകയാണ്, അവന്റെ അഭിമാനം അവിടെ പിച്ച് ചീന്തപ്പെടുകയാണ്, അതെ, അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുകയാണ്. എന്നാൽ ഇല്ല ഹദറഹുല്ലാഹുവജല്ല, അല്ലാഹു തആല അവനെ നിന്ദിക്കും. എവിടെ? നിങ്ങൾ അവനെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ഥലത്ത് വെച്ചിട്ട്. ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഒരു നല്ലവനാണ്, ഇവിടെ ഞാൻ വശമാക്കപ്പെടുന്ന പറഞ്ഞാലോ എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അതിനാൽ എന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? ഞാനേറെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആ ആൾക്കാരുടെ മുമ്പിൽ ഇട്ടിട്ട് അള്ളാഹു എന്നെ നിന്ദിക്കും. വമാ മിൻ ഇംറിഇൻ യൻസുറു മുസ്ലിമൻ, എന്നാൽ ഒരാൾ മുസ്ലിമിനെ സഹായിച്ചാൽ എവിടെ? അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന സ്ഥലമാണ്, അവന്റെ അഭിമാനം പിച്ച് ചീത്തപ്പെടുന്ന സ്ഥലമാണ്. അവിടെ വെച്ചിട്ടോ ഒരാൾ ഒരു മുസ്ലിമിനെ സംരക്ഷിക്കുകയാണെങ്കിലോ ഇല്ല നസ്റുല്ലാഹി വജല്ല, അല്ലാഹു തആല അവനെ സഹായിക്കും. എവിടെ? ഫീ മൗദിൻ യുഹിബ്ബു നസ്റതു, അവനെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ചിട്ട്. ശരി, അല്ലാഹു തആല അവനെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയം എവിടെയാണോ, സ്ഥലം എവിടെയാണോ, അവിടെ വെച്ച് അല്ലാഹു തആല അവനെ സഹായിക്കുന്ന. അതുകൊണ്ട് ഒരാളെയും ഒരുത്തനെയും, പ്രത്യേകിച്ചും അയൽവാസികളെ, എന്താ കാരണം? അല്ലാഹു പറഞ്ഞ എന്താണ്? വിശ്വാസി സ്വർഗത്ത് കടക്കൂല, സ്വർഗത്ത് കടക്കൂല, സ്വർഗത്ത് കടക്കൂല. ആര് നബിയെ? അയൽവാസി ഉപദ്രവിക്കുന്നവൻ വിശ്വാസിയല്ല, വിശ്വാസിയല്ല, വിശ്വാസിയല്ല. ആര് നബിയെ? ഏതൊരുത്തന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനല്ലയോ അവൻ വിശ്വാസിയല്ല. അതുകൊണ്ട് നമ്മളവരെ ഉപദ്രവിക്കരുത് ഒരിക്കലും. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട്. അല്ലാഹു റസൂലിനോട് സ്ത്രീനെ കുറിച്ച് പറഞ്ഞേ, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന, ഇന്ന പെണ്ണുണ്ടല്ലോ, അല്ലാഹ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവളാണ്, എല്ലാ ദിവസവും നോമ്പ് നോൽക്കും, പക്ഷേ നാവ് കുറച്ച് മോശം, അയൽവാസി ഉപദ്രവിക്കുന്നവളാണ്. നബി പറഞ്ഞ നന്മയുമില്ല, നരകത്തിലാണ്. നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോൽക്കാത്തത് കൊണ്ടല്ല, നാവിന്റെ ഒറ്റ കാരണത്താൽ അതാണ് അവൾ നരകത്തിലാണ്. അല്ലാഹു പറഞ്ഞത് ഇന്ന ശർറന്നാസി മൻസിലത്തിൻ ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിലെ ഏറ്റവും മോശമായ സ്ഥാനമുള്ളവരാരെന്ന് പറയുന്നത് മൻ ബദഅഹു നാസു ഇത്തിഖാഫുശി, അതായത് മറ്റൊരുത്തന്റെ ഉപദ്രവം പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന
മാറി നിൽക്കേണ്ടി വരുന്നവനാണ്. ഇങ്ങനെ അതായത് എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല. എന്താ കാരണം? അവൻ എന്നെ ഉപദ്രവിക്കും, അവൻ എന്നെ കുറിച്ച് വേണ്ടാത്തരം പറയും, എന്നെ കുറിച്ച് അവൻ ഇല്ലാത്തത് പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? മാറി നിന്നു. ആ നാട്ടിൽ തന്നെ പോകേണ്ടി വന്നു. ഇവരില്ലാത്ത പറയുന്ന പേടി കാരണത്താൽ. ഇവരാണ് പടച്ചിറപ്പിന്റെ അടുക്കൽ ഏറ്റവും മോശമായവൻ. കാരണം എന്താണ്? ഓനെ പേടിയാണ് ഇവർക്ക്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മറ്റുള്ളവര് പോയത്. അതുകൊണ്ട് ആരെയും മുസല്ലം പറഞ്ഞേ, ഞാന് ഇസ്രായേൽ രാത്രി ഇങ്ങനെ പോവാണ്. ആ സമയത്ത് ഞാൻ ചില ആൾക്കാരെ കാണാനിടയായി. അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട്. ഈ നഖം നിറയെ ചെമ്പ് കൊണ്ടുള്ളതാണ്. എന്നിട്ടോ അവരവരുടെ മുഖങ്ങളെയും അവരുടെ മാർഗങ്ങളെയും ഇങ്ങനെ വലിച്ചു ചിന്തുകയാണ്. അപ്പൊ അനുസരിനെ അധീകരിക്കണം. അനുസരി ചോദിച്ചു, മൻ ഹൗലായി, അല്ല നബി ഇവരാരാണ്? അപ്പൊ ജിബ്രീൽ പറഞ്ഞേ, അവര് ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ്. അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടിക്കുന്നവരാണ്. വഷളാക്കാൻ വേണ്ടി പറയാ അല്ലെ? വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. എന്താ? ആളെ പറയൂല. കാരണം ആളെ പറഞ്ഞാല് എന്ത് ചെയ്യാ? അപ്പൊ ആൾക്കാർ മനസ്സിലാക്കണം എന്താ ഉദ്ദേശം, എന്താണ് വഷളാക്കുക എന്നുള്ളതാണ്. അവിടെ അപ്രകാരം ചെയ്താൽ അവരാരെന്നറിയങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഷളാക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ഒരിക്കൽ ഉറക്കം വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. നബി അങ്ങനെ ഉറക്കം സംസാരിക്കാറില്ല. നബിയുടെ സംസാരം കേൾക്കാൻ സഹാബാക്കൾ ഇങ്ങനെ മിണ്ടാതിരിക്കല. നബി അങ്ങനെ പതുക്കെ സംസാരിക്കാറുള്ളൂ. ആ മുത്ത് നബി ഒരിക്കൽ ളുഹർ നമസ്കാരം കഴിഞ്ഞ ശേഷം ഉറക്കം വിളിച്ചു പറയാം, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാന ഫീ ഖൽബിഹി, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് വിശ്വാസം കയറി ചെല്ലാത്ത മുസ്ലിമേ. അവന് നാവുകൊണ്ട് മാപ്പിളയാണ്, പക്ഷെ എന്തില്ല? വിശ്വാസം അവന് മനസ്സിലേക്ക് കയറി ചെന്നിട്ടില്ല. നിങ്ങളെ മുസ്ലിങ്ങളെ കുറിച്ച് ഈബത്ത് പറയല്ലേ, നിങ്ങൾ അവന്റെ ഔറത്തിന്റെ പിന്നാലെ പോകല്ലേ. എന്താ ഔറത്ത് പറഞ്ഞാൽ എന്താ? നഗ്നത അല്ലെ? കാണാൻ പാടില്ലാത്ത സ്ഥലം എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഓന്റെ കഴിച്ചിട്ടിന്റെ പിന്നാലെ പോകല്ലേ. എന്റെ ഔറത്തിനുള്ളിന്റെ ഉദ്ദേശം എന്താണ്? അതായത് അവന്റെ ന്യൂനതകൾ. ന്യൂനത ഇല്ലാത്തവൻ ആരാണ് മുഖത്തുള്ളത്? ആരാണ് കാമിലായിട്ടുള്ളവൻ, പരിപൂർണമായിട്ടുള്ളവൻ? ആരാ? അള്ളാഹ് മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ എന്തുണ്ട്? ന്യൂനതകളുണ്ട്. അതുകൊണ്ട് ഓന്റെ ന്യൂനതന്റെ കൂടെ നീ പോകല്ലേ. മുസ്ലിമീന, അങ്ങനെ ആരെങ്കിലും ഒരാൾ മറ്റൊരുത്തന്റെ ന്യൂനതയുടെ പിന്നാലെ പോയാലേ അള്ളാഹുത്തരം ചെയ്യുന്ന നിങ്ങള് അള്ളാഹുത്തല എന്റെ ഔറത്തിന് പിന്നാലെ ഉണ്ടാവും. ന്യൂനതകളുടെ പിന്നാലെ അത് വശമാക്കി കൊടുക്കും അള്ളാഹു തആല. അള്ളാഹുത്തല ഏതെങ്കിലും ഒരുത്തന്റെ ന്യൂനതയുടെ പിന്നാലെ പോയാൽ അള്ളാഹുവിനെ വശമാക്കും. എവിടെ? നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും. ഓ വീട്ടിന്റെ ഉള്ളിൽ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും റബ്ബ് അവനെ വശമാക്കും. എന്താ കാരണം? ഇവനെ മറ്റുള്ള ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഇവനെ വഷളാക്കിയവനായിരുന്നു. അതുകൊണ്ട് അള്ളാഹുത്തല അവനെ വഷളാക്കണത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എത്ര മഹത്തരമാണ്. കഅബാലയത്തോട് പറയാ, നീ എത്ര മഹത്തരമായതാണ്, നിന്റെ ഹുർമത്ത്, പവിത്രത അതത്ര മഹത്തരമായതാണ്. പക്ഷേ അള്ളാന്റെ പക്കൽ ഒരു വിശ്വാസിയാണ് നിന്നേക്കാൾ പവിത്രമുള്ളത് എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, എൻ്റെ ഒരു കൂട്ടുകാരന് അവന്റെ ഒരു കാര്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ പോകലാണ് എൻ്റെ ഈ പള്ളിയിൽ ഒരു മാസം വചനമിരിക്കുന്നതിനേക്കാളേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. മുത്തനബിന്റെ പള്ളിയാണ് മദീനത്തെ പള്ളിയാണ്. ആ പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാളേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? എൻ്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ പോകലാണ്. എന്താ കാരണം? ഒരു വിശ്വാസിയുടെ സ്ഥാനമാണത്. അവൻ അത്രയും പവിത്രനാണ്, അത്രയും ഹുർമത്തുള്ളവനാണ്. അതുകൊണ്ട് അവനെ വഷളാക്കരുത്, അവന്റെ പിന്നാലെ പോകരുത്. ന്യൂനതയില്ലാത്തവരായിട്ടാരുമില്ല. എനിക്ക് എന്റെ ന്യൂനത അറിയില്ലല്ലോ, എനിക്ക് നിങ്ങളതൊക്കെ അറിയാം. നിങ്ങൾക്ക് നിങ്ങളത് അറിയില്ല, നിങ്ങൾക്ക് ഇന്റേത് അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ മറ്റൊരുത്തെ ന്യൂനത പറഞ്ഞാൽ പടച്ചിറപ്പ് നമ്മളെ വിടില്ല എന്നുള്ള ആ ഓർമ്മ. അതേപോലെ ഒരാളെയും നാവ് കൊണ്ടോ കൈ കൊണ്ടോ എന്ന് വേണ്ട, ഒരു നോട്ടം കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ഉപദ്രവിച്ചാൽ അതൊരു വലിയ പാപമാണ്, കുറ്റമാണ്. പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ ശിക്ഷയുണ്ട്. ദുനിയാവിൽ മാത്രമല്ല, നാ പെണ്ണ് കിട്ടി കഴിഞ്ഞു പോയല്ലോ, പരലോകത്തൊന്നും ഉണ്ടാവില്ല വിചാരിക്കണ്ട. പരലോകത്തും അല്ലാഹു തആല എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെട്ട പാപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാ. നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോണ സമയത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. ഒരുപാട് സതുദ്ദേശങ്ങളായിട്ടാണ് ഞങ്ങൾ ഈ സദസ്സിലേക്ക് വന്നത്. റഹ്മാൻ റഹീമായ നാഥ, ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ നിറവേറ്റി തരണേ റബ്ബേ. അതോ ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കാരണത്താൽ ഇന്ന് ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങളെ നീ വഷളാക്കല്ലേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ സ്വർഗത്തിന്റെ ആൾക്കാരാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ നല്ലവരാക്കണേ റബ്ബേ. ഭാര്യമാരെ നല്ലവരാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നല്ലവരാക്കണേ റബ്ബേ. ഞങ്ങളിൽ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകുകയും ചെയ്യണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ സമ്പത്തിന് ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ആദർശത്തിലായിക്കൊണ്ട് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ്സും